ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഈ 10-20 എന്നാണ് രമണ മഹർഷി പറയുന്നത്. കാരണം ഇവിടെ നിരപേക്ഷ, നിർഗുണ, നിരാകാര എന്തെല്ലാം പറയാൻ സാധിക്കുക അതെല്ലാം ചേർന്നിട്ടുള്ള ആ ഈശ്വരൻ്റെ ഒരു വിവരണം അവിടെ തരുന്നത്. ഗീത മെല്ലെ മെല്ലെ നമ്മളെ ഈ അവസാനം എന്ന് പറഞ്ഞത് വ്യവഹാരത്തിൻ്റെ അപ്പുറത്തുള്ള പാരമാർത്ഥികതയിലേക്ക് ക്രമത്തിൽ കൊണ്ടുപോവാണ്. അപ്പോൾ എല്ലാം ഈശ്വരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരമില്ലാതെയും അപ്പോൾ വ്യവഹാരവും വേണമല്ലോ. അപ്പോൾ അർജുനൻ ചോദിക്കുന്നത് അങ്ങയുടെ വിഭൂതികൾ എന്താ എന്നാണ് നമ്മുടെ ചോദിക്കുന്നത്. അതല്ല, ചിന്തിയോസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ വിഭൂതികളെ എങ്ങനെയാണ് ഞാൻ ചിന്തിക്കേണ്ടത്? കാരണം ചിന്തിക്കാനേ പാടുള്ളൂ, ഇത് പ്രവർത്തിക്കാൻ പാടില്ല എന്നർത്ഥം. വളരെ പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ ഇതിൽ 10 വിഭൂതി പറയണു. അപ്പോൾ ഇത് നേരെ കണ്ടാൽ കൊള്ളാമെന്ന് പറയണം അടുത്ത അധ്യായത്തിൽ. അപ്പോൾ വിശ്വരൂപ ദർശനം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ചെറിയ വരും ചിന്തിച്ചാൽ. കാരണം അർജുനനെ കൂടി ഭഗവാനിൽ കാണും ആ വിശ്വരൂപത്തിൽ. അർജുനൻ പുറത്ത് നിൽക്കണമുണ്ട്. അപ്പോൾ അതൊക്കെ എന്തോ ഒരു മായാജാലം എന്നല്ലാണ്ടേ ഇതൊന്നും വസ്തുതയല്ല എന്നുള്ളത് വളരെ ശരിയാണ്. ചിന്തനം അത് കഴിഞ്ഞിട്ടാണ് 12 ഭക്തിയോഗം കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോവാണ്. ഇവിടെ നമുക്കിനി ഒന്ന് നോക്കി പോവാം. 20 കഴിഞ്ഞാൽ ഇതേ കാര്യം 32 വരും. അവിടെയും ആദ്യം മധ്യം അന്തം ഞാനാണെന്ന് പറയും. ആ 32 വരെയുള്ളതിൽ കുറേ കൂടിയും വ്യക്തമായ വിഭൂതികളെയാണ് പറയണത്. പിന്നെ കുറച്ച് നേരം അവിടുന്ന് അങ്ങോട്ട് ശ്ലോകങ്ങളിൽ അവ്യക്തമായ സൂക്ഷ്മമായ വിഭൂതികളെ പറ്റി പറയും. അവസാനം 42 വീണ്ടും പറയും ഈ ലോകം മുഴുവനും എൻ്റെ ഒരു അംശം മാത്രമാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുക. അപ്പോൾ നമുക്കൊരു ബോധം ഉണ്ടാവാൻ വേണ്ടി പറയണമെന്നല്ലാണ്ട് ഈശ്വരൻ്റെ മഹിമ ഉണ്ടല്ലോ, ആ മഹിമ അതാണോ മായ, അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്ന് വായിച്ചു പോവുക. മറ്റേ അധ്യായങ്ങളെ ഇപ്പോൾ എല്ലാ അധ്യായത്തിലും ഇങ്ങനെയല്ല. അവിടെ ചില ദിക്കിൽ കുറേ കൂടി താത്വികമായിട്ടുണ്ട്. പ്രാർത്ഥന താത്വികമില്ല എങ്കിലും വായിക്കാം. ആദിത്യാനാം അഹം വിഷ്ണുർ ജ്യോതിഷാം രവിരംശുമാൻ മരീചിർ മരുതാമസ്മി നക്ഷത്രാണാം അഹം ശശി. ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാണ്. നമ്മളുടെ ഈ വാനനിരീക്ഷണം അല്ലെങ്കിൽ അസ്ട്രോണമി എന്നുണ്ടല്ലോ, വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ്. ഇന്നത്തെ കണ്ടുപിടുത്തക്കാരിൽ എത്രയോ കാലമുണ്ട്. 12 മാസം, അതിന് 12 വിഷ്ണുണ്ട്. 365 ദിവസമല്ല ഉള്ളൂ, കുറച്ചും കൂടി വേണം എന്നാലേ ഒരു കൊല്ലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കണക്കൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ 12 കൊല്ലം കൂടുമ്പോൾ ഒരു അധിക മാസം വരും ഒക്കെ ഉണ്ട്. ആ അധിക മാസത്തിലെ ദേവനാണ് ഈ പറയുന്ന വിഷ്ണു. ആദിത്യാനാം അഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ. ജ്യോതിഷ വെച്ചാൽ പ്രകാശിക്കുന്നില്ലേ, അതിൽ സൂര്യനാണ് അംശുമാൻ. മരീചി എന്ന് പറഞ്ഞാൽ കാറ്റാണ്. അതിൽ മരുത്തുക്കൾ 49 മരുത്തുക്കളെ പറ്റി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അവർ ഞാനാണ്. നക്ഷത്രാണാം അഹം ശശി. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ, ഇവിടെ മറ്റേ സ്റ്റാർ എന്നർത്ഥമല്ല. അതിൽ ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. വേദാനാം സാമവേദോസ്മി. വേദങ്ങളിൽ സാമവേദാണ്. അങ്ങനെ പറയാൻ കാരണം സാമവേദത്തിൽ കേനോപനിഷത്തും ഛാന്തോക്യ ഉപനിഷത്തുണ്ട്. അതിൽ ഛാന്തോക്യ ഉപനിഷത്തിലാണ് തത്വമസി എന്ന മഹാവാക്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, അതാണല്ലോ പ്രധാന കാര്യം. നമുക്ക് അറിയാത്ത ഒരു സംഗതി ഗുരുനാഥനും പറഞ്ഞു തരണല്ലോ, നീ അതന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അത് മാത്രമല്ല സംഗീതമാണ് അതിലത്തെ സമ്പ്രദായം, ഈ രീതി.
അപ്പോൾ വളരെ സുഖമുണ്ട്. അതുകൊണ്ടാണ് ഈ വേദങ്ങളിൽ സാമവേദമാണ് ഞാൻ എന്ന് പറയാൻ കാരണം. അസ്മി ദേവാനാം അസ്മി വാസവ. വാസവ പറഞ്ഞാൽ ഇന്ദ്രൻ. ദേവന്മാരിൽ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നോക്ക് എടുക്കാം, മനസ്സെന്ന് എടുക്കാം. ഈ ഇന്ദ്രിയങ്ങളിലൊക്കെ മേലെല്ലാണല്ലോ വാസവ. ഇന്ദ്രിയാണം മനഃശാസ്മി. ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാണ്. അത് സംശയമില്ല. മനസ്സിൻ്റെ സഹായമില്ലാതെ ഇന്ദ്രിയങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. മനസ്സുണ്ടോ? 5 ശ്ലോകം ഓർമ്മ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഏഹി സംസ്പർശജ ഭോഗ ദുഃഖയോനയ ഏവത എന്നൊരു ശ്ലോകമുണ്ട് 5. അതായത് ഇന്ദ്രിയങ്ങളും വസ്തുക്കളും കൂടിയിട്ട് വേണ്ടമാരെ സ്പർശം ഉണ്ടാവണം. അപ്പോഴേ ഓർമ്മ കാര്യമല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ഞാൻ കേട്ടു എന്ന് വരില്ല. ശബ്ദം ചെയ്യൽ വന്നാൽ പോരാ, അത് സ്പർശിക്കണം. ആ സ്പർശ ആണ് പറഞ്ഞത്. ഇന്ദ്രിയാണാം മനഃശാസ്മി. ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി സഹകരിച്ചാലേ എന്തുള്ളൂ? അനുഭവമുള്ളൂ. മനസ്സിൻ്റെ ഇതില്ലാതിരിക്കുക. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കണ്ടാലും നമ്മൾ ബസ്സിൽ പോകുമ്പോൾ എത്ര കാര്യങ്ങൾ കാണുന്നു, അതൊന്നും നമ്മൾ അറിയാറില്ല. എന്താ കാരണം വെച്ചാൽ അതിലൊന്നും മനസ്സില്ല. നമ്മളെ വേണ്ടപ്പെട്ട ഒരാൾ അതിൽ ആ ബസ്സിൻ്റെ അതിൽ കൂടി പോയി കഴിഞ്ഞാൽ അപ്പം ഓർമ്മ വന്നു. കാരണം മനസ്സോട് ബന്ധപ്പെട്ടു. അപ്പം ഇന്ദ്രിയാണം മനഃശാസ്മി. ഭൂതാനാം അസ്മി ചേതന. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായത്. അതിൽ ചേതനയും ചൈതന്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ചേതന എന്ന് പറഞ്ഞാൽ ഇളക്കം, ചലനം. ഭൂതങ്ങളിൽ എല്ലാ ഭൂതങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഉണ്ടായതാണല്ലോ. ഭഗവാൻ മാത്രമേ ചലനമില്ലാത്തുള്ളൂ. അതിൽ ആ ചേതന ഞാനാണ്. രുദ്രാണാം ശങ്കരശ്ചാസ്മി. രുദ്രന്മാരിൽ ശങ്കരനാണ്. ശം കരോതി ഇത് ശങ്കരൻ എന്നാണ്. നന്മ ചെയ്യുന്ന ആളാണ്. പലരുടെയും വിചാരം ഈ ശിവൻ എന്ന് പറഞ്ഞാൽ ഒരു രുദ്ര അല്ലെങ്കിൽ രൗദ്രമൂർത്തിയാണ്. നേരെ മറിച്ച് വളരെ വളരെ സമാധാന ശാന്ത സ്വരൂപനാണ് ശിവൻ. രുദ്രാണം ശങ്കരശാസ്മി. വിത്തേശോ യക്ഷരസാദ്. വിത്തേശൻ എന്ന് പറഞ്ഞാൽ വൈശ്രവണൻ. യക്ഷരസ്മല്ലേ ഞാൻ വിത്തേശനാണ്. വസൂനാം പാപകശാസ്മി. വസു എന്ന് പറഞ്ഞാൽ വസുക്കൾ എന്ന് പറഞ്ഞാൽ ഈ വസിക്കാൻ പറ്റിയ സൗകര്യത്തിനെയാണ് വസുക്കൾ പറയുന്നത്. അപ്പോൾ ഒരു ഗ്രഹമാണെങ്കിൽ 8 വസുക്കളുണ്ട്. പലതുമായി നല്ല ചന്ദ്രൻ്റെ ഇത് കിട്ടുന്ന സ്ഥലം, കോലായ, പിന്നെ പലതും കാണുന്നുണ്ട്. വെള്ളം, അഗ്നി. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട വീട്ടിൽ അഗ്നിയാണ്. കാരണം അടക്കളയില്ലാത്ത ഒരു വീടല്ല, ഒരു ആപ്പീസോ മറ്റോ ഉള്ളൂ. ഏറ്റവും പ്രധാനം ഭക്ഷണം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വസുക്കളിൽ വെച്ചിട്ട് ഞാൻ വസു അഗ്നിയാണെന്ന് പറയാൻ. വസു സ്നാനം ഭാവകശ്ചാസ്മി. മേരു ശിഖരിനാമഹം. ഇവിടെയും ഒരു വ്യത്യാസമുണ്ട്. മേരു എന്നുള്ള പർവ്വതം മഹാമേരു എന്നൊന്ന് ഒരു ഭാവനയുണ്ട്. വാസ്തവത്തിൽ വലിയ കൊടുമുടി മേരു അല്ല ഇപ്പോൾ ഇന്നത്തെ സ്ഥിതിക്ക്, ഹിമാലയാണ്. എങ്കിലും ഇവിടെ മേരുവിനെ പറയാം. ആ മേരുവിന് സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയതൊക്കെ ഒരു ഭാവന. ഏതായാലും ആ കൊടുമുടിയുടെ കാര്യത്തിലാണ് മേരുവിനെ വെച്ചത്. ഹിമാലയത്തിനെയല്ല. ഇനി ഹിമാലയത്തിന് വരുന്നുണ്ട്. അവിടെ ഹിമാലയത്തിന് ഈ പ്രധാന കാര്യമല്ല. അവിടെ സ്ഥാവരാണം ഉറച്ചു നിൽക്കുന്നവരിൽ ഹിമാലയം എന്ന് പറയുന്നത്. അതിനെന്താണെന്ന് അപ്പം പറയാം. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതി. ദേവന്മാരുടെ ആചാര്യൻ ആയിട്ടുള്ള ബൃഹസ്പതി അധികം ബുദ്ധിയുടെ ദേവതയായിട്ടാണ് കണക്കാക്കുക. അതും ഞാൻ തന്നെയാണ്. സേനാനീനാം അഹം സ്കന്ദ. ഇതൊക്കെ പുരാണങ്ങളാണ്. എല്ലാ ദിക്കിലും യുദ്ധം വരുമ്പോഴൊക്കെ പ്രധാനപ്പെട്ട ആ സേനാനിയെ ഷൺമുഖനായിട്ടാണ്. ഷൺമുഖന് ഒരു കൂട്ടത്തിൽ ഇടയ്ക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 3 ഭാവനയുണ്ട്. ശിവൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണത അല്ലേ, അവിടെ ഒന്നുമില്ല. ആ പൂർണ്ണ വെച്ചാൽ നിരപേക്ഷൻ പോലുമാണ് ശിവൻ. അത് ആൾക്ക് സാധിക്കില്ല. അതായത് തത് ത്വമസി എന്ന് പറഞ്ഞു വരിക. ആ തത് എന്നുള്ള വെച്ചാൽ എല്ലാം വിട്ടതാണല്ലോ. ഓം തത് സത്ത് എന്നൊക്കെ പറയാറില്ലേ. തത് ഞാൻ എല്ലാം വിട്ടതാ. അപ്പോൾ അത് ശിവൻ എന്നുള്ളത് മഹാശിവൻ ഒന്നും പറയുക, മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ഭാവനയാണ് അതിൻ്റെ. അപ്പോൾ അത് വയ്യാന്നുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൻ എന്നൊക്കെ പറയാം ഗണപതി. വാസ്തവത്തിൽ അത് ഓങ്കാര. ഓങ്കാരം എന്ന് പറഞ്ഞാൽ പൂർണ്ണത. അതിനൊരു രസം എന്താ വെച്ചാൽ, നല്ലതാണോ ഭഗവാൻ?
അതെ. ചീത്തയാണോ ഭഗവാൻ? അതെ. ഭഗവാൻ ഉണ്ടോ? ഉണ്ട്. ഭഗവാൻ ഇല്ലേ? ഇല്ല. എന്ത് ചോദിച്ചാലും ഒക്കെ സമ്മതിക്കുക. പൂർണ്ണത്തിൽ തന്നെയാണല്ലോ. അതിന് അനൊന്ന് താഴ്ന്നിട്ട് ഓം എന്ന് പറഞ്ഞത് ഗണപതി എന്നുള്ളത്. അതായത് പരമേശ്വരൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നിരപേക്ഷമാണെങ്കിൽ ഇത് സാപേക്ഷമാണ്. അപ്പോൾ മനസ്സിലാവാത്ത അപ്പോഴാണ് ഒന്നുകൂടിയും താഴെ ആറുമുഖൻ എന്ന് പറഞ്ഞാൽ ഏത് കട്ടിയുള്ള സാധനത്തിനും 6 മുഖമുണ്ട്. 2 നീളം, വീതി, ഘനം 6. അപ്പോൾ കുറേ കൂടി നമുക്ക് സാധിക്കും. അതാണ് തമിഴ്നാട്ടിലൊക്കെ അധികം ഈശ്വരന്മാരും ഈ ഷൺമുഖനാവാൻ മനുഷ്യന് സാധിക്കാൻ വേണ്ടിയിട്ട്. ആ ഷൺമുഖനാണ് ആര്? സേനാനികളിൽ വെച്ച് കേവൻ. സേനാനി വെച്ചാൽ യുദ്ധം ചെയ്യേണ്ട ആളാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സേനാനി അഹം സ്കന്ദ സരസാം അസ്മി സാഗര. സരത്തുകളിലെ സാഗരം, അത് സംശയമില്ല. സമുദ്രമാണെന്നുള്ളത് വേഗം നോക്കും, ഇതൊക്കെ മനസ്സിലാക്കണം. സാഗരം. മഹർഷീണം ഭൃഗുരഹം. മഹർഷിമാരിലെ ഭൃഗുവാണ്. ഭൃഗുവിനൊരു പ്രത്യേകത, ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ വിഷ്ണുവാണ് കാരണം ഈ ചവിട്ടിയാളാ. ധൈര്യം വലിയ സാധാരണ ആൾക്കാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെ ഭഗവാന്റെ ആവശ്യപ്രകാരം ചെയ്യുന്നതെന്നത്. എന്നിട്ട് ചവിട്ടി അവിടെ ശ്രീവത്സം എന്നുള്ള ഇപ്പോൾ അവിടെ നിൽക്കണമല്ലോ. അതുകൊണ്ടാണ് മഹർഷിമാരിൽ ഭൃഗുവാണ്. വളരെ മഹർഷിമാരുണ്ട്. ആ ഭഗവാന്റെ ക്ഷമ പരിശോധിക്കുന്ന ആളാണ് ഭഗുരഹം. ഗിരാം അസ്മേകം അക്ഷരം. ഈ വാക്കുകളിൽ ഞാനെന്താണ്? അക്ഷരം. ശരി, നശിക്കാത്ത ആ വാക്ക് ഞാനാണ്. യജ്ഞാനം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളിൽ ജപയജ്ഞാണ്. ജപ എന്നുള്ളതിന് ജകാരോ ജന്മവിച്ഛേദ, പകാരോ പാപനാശന എന്നാ പറയാം. അപ്പോൾ പാപം ഇല്ലെങ്കിൽ പിന്നെ ജന്മമില്ലല്ലോ. അത് രണ്ടും സാധിക്കുന്നതിൻ്റെ പേരാണ് ജപം. അങ്ങനെയാണ് വന്നുള്ളത്. ജപിക്കുക എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് പറയുന്ന കാര്യമല്ല. അത് വാസ്തവത്തിൽ ജപം മനസ്സിൻ്റെയാണ്, അല്ലാണ്ട് നാവിൻ്റെ അല്ല. നാവ് കൊണ്ടുള്ള തന്നെ ഉച്ചരിക്കുകയാണ്. ജപിക്കുക പറഞ്ഞാൽ ഉള്ളിൽ. അപ്പോൾ ധ്യാനത്തിൻ്റെ ഭാവം വരും. അതിൽ ഞാൻ ആരാണ്? ജപയജ്ഞ. ജപാണെന്ന് പറയുന്നുണ്ട്, ജപയജ്ഞാസനം. ഇനി ഭാഗവതത്തിലൊരു വരുമ്പോൾ അല്പം വ്യത്യാസം വരും. അവിടെ യജ്ഞാനം ബ്രഹ്മയജ്ഞോസ്മി എന്നാണ് ഉദ്ധവരോട് പറയാം. അപ്പോൾ ഈ പരമമായ ജ്ഞാനമാണ് ഞാൻ. ഇതിനേക്കാൾ ഒന്ന് മേലെയാണ് ഭാഗവതത്തിൽ പറഞ്ഞത്. ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. അതാ എവിടെയാണ് വരുന്നത്? ഹിമാലയത്തിൻ്റെ കൊടുമുടിക്കല്ല കാരണം. ഹിമാലയത്തിലാണ് അനവധി ഋഷിമാർ ജീവിച്ച് ഇപ്പോഴും ഇരിക്കുന്നു എന്ന് പറയുന്നു. അവരൊക്കെ സ്ഥിരബുദ്ധികളാണ്, സ്ഥിതപ്രജ്ഞന്മാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹിമാലയത്തിന് സ്ഥാവരം, ഇളക്കമില്ലാത്തത്. ശരീര മനസ്സ് ബുദ്ധിൻ്റെ ഒന്നും ഇളക്കമില്ലാണ്ട് ഈശ്വര ചിന്തയിൽ മാത്രം ഇരിക്കാൻ സാധിക്കുന്നതിൻ്റെ വിഭൂതിയായിട്ടാണ് ഹിമാലയത്തിന് എടുത്തത്. സ്ഥാവരാണാം ഹിമാലയ. അശ്വത്ഥ സർവവൃക്ഷാണം. ആല് ആണ് എല്ലാ വൃക്ഷങ്ങളും മേലെ. അതിനും കാരണമുണ്ട്. കാരണം ഏറ്റവും അധികം ഈ ഓക്സിജൻ തരുന്നത് ആലാണ്. അതിൻ്റെ കായൊന്നുമായിട്ട് മാത്രമല്ല, അത് മാത്രമല്ല അതിൻ്റെ ഒരു കായ ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ ചുവന്നിങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ നിറച്ച് കിടക്കും. അത് നമ്മൾ ചവിട്ടിന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിൽ ഈ വൈദ്യന്മാരൊക്കെ പറയണത് ഒരു തരം ശക്തമായ ഒരു തരം വിഷമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് ചവിട്ടിയാൽ ആ വിഷം ചീത്തയല്ലത്, മറ്റെല്ലാ വിഷങ്ങളെയും ഇത് കൊല്ലും. അപ്പോൾ അതുകൊണ്ട് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ രോഗം ഉണ്ടെങ്കിൽ, ഞാനൊരിക്കൽ കേട്ടിട്ടുണ്ട്, ഒരാൾ സുഖമില്ലാണ്ടേ മൂസിൻ്റെ അടുക്ക് ചെന്നു. അപ്പോൾ പറഞ്ഞു ഒരു 40 ദിവസം വയ്ക്കൂ, ഒരു 12 ദിവസം പറഞ്ഞു. എന്തോ ആൾക്ക് തരായില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഈ ആല് പൂക്കാത്ത കാലത്താണ് പോയി ചേർത്തത്. അങ്ങനെ എന്താ മാറി? ഇല്ല, ഇനിയിപ്പോൾ സാധിച്ചില്ല. എന്നായിരിക്കട്ടെ, അടുത്ത ധനുമാസ സമയത്ത് വരും, അത് കഴിഞ്ഞിട്ട് അപ്പോൾ വെച്ചോളൂ വെച്ചാൽ അപ്പോഴേ ഇതൊരു കായ ഉണ്ടാവുള്ളൂ. അവർക്കിതൊക്കെ അറിയാം. ഇത് കാര്യം ഇത്രയേ ഉള്ളൂ. അത് വളരെ ഈ വൈദ്യപരമായിട്ട് ശരീരത്തിന് വളരെ നല്ലതാണ്. അതിൻ്റെ മറ്റത് ഓക്സിജനുണ്ട്. അതുകൊണ്ടായിരിക്കാം അശ്വത്ഥങ്ങളിലെ ഞാനതാണ് ദേവർഷീണാം ച നാരദ. ഇവിടെയുണ്ട് വലിയൊരു തെറ്റിദ്ധാരണ നമ്മുടെ അവിടെ. ഈ സിനിമയും മറ്റൊക്കെ കണ്ടിട്ട് നാരദ മഹർഷി എന്ന് പറഞ്ഞാൽ കലഹം ഉണ്ടാക്കുന്ന ആളാണെന്നൊരു ധാരണ എവിടെ എങ്ങനെയോ നമ്മുടെ കൂട്ടത്തിൽ വന്ന് ചേർന്നു. നേരെ വിപരീതമാണ്.
എനിക്കൊക്കെ മനസ്സിലായിട്ടുള്ളത് ഏറ്റവും ദേവഋഷിയാണ്, ഋഷിമാരിൽ വെച്ച് മഹാത്മാവാദ്യം. അദ്ദേഹമാണ് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഭക്തന്മാരെയെല്ലാം സൃഷ്ടിച്ചത് നാരദ മഹർഷിയാണ്. നമുക്ക് ധ്രുവനാക്കിയത് നാരദ മഹർഷിയാണ്. പ്രഹ്ലാദനാക്കിയത് നാരദ മഹർഷിയാണ്. അങ്ങനെ എത്ര ഭാഗവത്തിൽ കാണുന്ന എല്ലാ മഹാത്മാക്കളെ പറ്റി നോക്കുകയാണെങ്കിലും ഒക്കെ അതുമായി തന്നെ ധർമ്മപുത്ര മഹാരാജാവിന് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നാരദ മഹർഷിയാണ്. അപ്പോൾ നാരദെന്ന് പറഞ്ഞാൽ തമ്മത്തിലുണ്ടാക്കണമല്ല, ഈശ്വരഭക്തി ഉണ്ടാക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പറഞ്ഞത്. ഇതൊക്കെ സിനിമയും പത്രമൊക്കെ വായിച്ചിട്ടേ ഈ കുറേ ആൾ വെച്ചിട്ടും തെറ്റിദ്ധാരണ ധാരാളമുണ്ട്. അയാൾക്ക് ഒരു നാരദൻ്റെ പണിയാണ് എന്ന് പറഞ്ഞാൽ ആ തമ്മത്തിലിരിക്കുകയെന്ന് വിചാരിക്കുക. നേരെ വിപരീത, ഒന്നും അറിയാനായിട്ടാണ് നാരദ. ഗന്ധർവാണം ചിത്രരഥ. ഗന്ധർവന്മാർ പാട്ടുകാരാണ് ഒരുക്ക, അതിൽ ചിത്രരഥനാണ് ഞാൻ. സിദ്ധാനാം കപിലോ മുനി. സിദ്ധന്മാർ, കപിലൻ എന്ന് പറഞ്ഞാൽ BC 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആണ് ഉള്ള ഇതിലെ യോഗശാസ്ത്രമല്ല, അത് പതഞ്ജലിയാണ്. ഇത് കപിലനാണ്, കപില സാഖ്യം. അതെ, അതായത് 24 തത്വങ്ങളാണ് ലോകത്തിലുള്ളത് എന്നൊക്കെ ആദ്യം കണ്ടുപിടിച്ച് ഋഗ്വേദത്തിൻ്റെയും കാലത്ത് ഒരു 10,000 കൊല്ലം മുമ്പേ ഉള്ള ആളാണ്. അതുകൊണ്ടാണ് അതിനെ കപിലൻ എന്നാണ് പറയുന്നത്. കപിലോ മുനി. ഉച്ചൈശ്രവസ അശ്വാനം. ഉച്ചൈശ്രവസ എന്നൊരു കുതിര സങ്കല്പമാണ്. അതാണ് അശ്വങ്ങളിൽ അയാളാണത്. വിദ്ധിമാം അമൃതോത്ഭവം. അത് അമൃതമഥനം ചെയ്യുമ്പോഴാണ് സംദേഹത്തിന് ഉണ്ടായത് ഈ ഉച്ചൈശ്രവസം. അതുകൊണ്ട് അങ്ങനെ പറയണം. ഐരാവതം ഗജേന്ദ്രാണം. 4 കൊമ്പനാനിയാണ് അത്രയും എന്നാണ് പറയുന്നത്. അത് ഞാനാണ്. ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ നോക്കുള്ളൂ. സ്ഥൂല ഈ പറയുന്നതൊക്കെ ഗജേന്ദ്രാണം. നരാണാം ച നരാധിപം. നരന്മാരിൽ ഞാൻ നരാധിപൻ, രാജാവാണ്. അന്നൊക്കെ അങ്ങനെയുള്ള ധാരണ ഉണ്ടായിരുന്നു. രാജാക്കന്മാരും അങ്ങനെയായിരുന്നു. അവരൊക്കെ ഈ പണം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനുള്ളതാണ് എന്നായിരുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ മഹാരാജാക്ക്, കൊച്ചി മഹാരാജാവിൻ്റെ ഒക്കെ കഥ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതോ കൊച്ചി മഹാരാജാവിൻ്റെ ഒരു ആൾ വലിയൊരു കെട്ടിടം കാണാൻ പുറപ്പെട്ടു. ഒരു ദിവാനായിരുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, തരാം എവിടെ നിന്ന് ഇതിനൊക്കെ പണം ചോദിച്ചു. അപ്പോൾ ഖജാനയിലിട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖജാനയിലെ പണം നമുക്ക് കെട്ടിടം പണിയാനുള്ളതല്ല, നമ്മൾ സമ്പാദിച്ചിട്ടുള്ളത് പണയാൻ പാടുള്ളൂ. അത് അതുകൊണ്ട് ഇനി മെല്ലിൽ പണയാൻ പാടില്ല പറഞ്ഞിട്ട് പിന്നെ അവർ സമ്പാദിച്ച പണം കൊണ്ടാണ് അത്ര അന്നത്തെ രാജാക്കന്മാരുടെ കഥയൊക്കെ. അതുമാതിരി ഞാൻ തിരുവിതാംകൂറൊക്കെ കുട്ടിക്കാലത്ത് പോയിട്ടുണ്ട്. അവിടെ ഇവിടെ ഉണ്ടായിരുന്നു നോക്കാം. നമുക്ക് ഈ കടത്ത് കിടക്കുക എന്നുണ്ടല്ലോ, എല്ലാ കടത്തും ധർമ്മകടത്താണ്, രാജാവിൻ്റെ വകയാണ്. അങ്ങനെ വളരെ വളരെ ധർമ്മിഷ്ഠന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ രാഷ്ട്രീയക്കാരെ പോലെയല്ല അവരൊക്കെ. ജനങ്ങളെ രഞ്ജിപ്പിക്കുന്നതുകൊണ്ടാണ് രാജാവ് എന്ന് തന്നെ പേര്. അതിൽ ഞാൻ നരാധിപൻ, രാജാവാണ്. ആയുധാനാം അഹം വജ്രം. വജ്രായുധം എന്നുള്ളത് പേര് കേട്ടതാണ്. ഇന്ദ്രനെ കൊല്ലാൻ വൃത്തരാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു മകരുടെ ദധീജിമയുടെ എല്ലുകൊണ്ടുണ്ടാക്കിയ ഇതൊക്കെയാണ് കഥ. ആ വജ്രമാണ്. ധേനുവിനാം അസ്മി കാമധുഖ്. കാമധുഖ് എന്ന് പറഞ്ഞാൽ എന്താ ആവശ്യമുള്ളത് വെച്ചാൽ കറന്നു തരുന്നത് നടന്നു. കാമധേനു ഇന്നതെന്നില്ല, വെറുതെ പാല് മാത്രമല്ല, എന്താ ആവശ്യമുള്ളത്. ഭൂമി വാസൽ കാമധേനുവാണ്. നിങ്ങൾ എന്താ ഇട്ടത് അതിന് വേണ്ടതൊക്കെ തരും. നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ വേണ്ടി ഉണ്ടാക്കാൻ തരും. ഇനി നേരെ മറിച്ച് നിങ്ങൾ വല്ല കറുപ്പും കഞ്ചാവും ഉണ്ടാക്കുക അതും തരും ഭൂമി. അത് നിങ്ങളുടെ തെറ്റാണ്. നമുക്ക് ഭക്ഷണത്തിനൊക്കെ ഭൂമി തരും. കാമധേനു. പ്രജന ശാസ്ത്രി കന്ദർപ്പം. സന്താനോൽപാദനം ഉണ്ടാക്കണേല് ഞാൻ കാമദേവനാണ്. വാസൽ കാമദേവൻ ഒരു മോശക്കാരനല്ല, വളരെ ആവശ്യമാണ് കാമദേവൻ. അത് ഈ സന്താനോൽപാദനത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മാത്രമേ ഉള്ളൂ. മറ്റിച്ചാകുമ്പോഴാണ് കുഴപ്പമൊക്കെ. ഇവിടെ ഈ ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞപ്പോൾ ബിനുബാജിയുടെ അടുത്ത് ചെന്ന് വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് തൊട്ട് സമ്മതമല്ല ഇത്. കാരണം ഇത് നിങ്ങൾ കൃത്രിമമായിട്ട് സ്ത്രീയെ എന്താ ചെയ്യുക, ഇനി പ്രസവിക്കാതെയാക്കുക, പുരുഷനെ ഈ ശക്തി ഇല്ലാണ്ടാക്കുക. എന്നിട്ട് എന്തിന് നിങ്ങൾ പറയണത് കാമുണ്ട്, അത് ഒതുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ
ഫലം ഇല്ലാണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ വിനോദി പറഞ്ഞു അത് വളരെ തെറ്റാ പറഞ്ഞു, ഇങ്ങനെ ശരിയല്ല പറഞ്ഞു. കാമത്തിനെ ഇങ്ങനെ ആക്കിയാൽ പ്രകൃതിയാണിത് പറഞ്ഞത്. നിങ്ങൾ സ്ത്രീ പുരുഷ സംഭവം ഉണ്ടായ കുട്ടി ഉണ്ടാവുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അത് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ പ്രകൃതി വല്ല തോടയെ കൂടിയോ അല്ല ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പം എന്താ അങ്ങനെ ചിലതൊക്കെ ഉണ്ടാകാനും തുടങ്ങണ്ടല്ലോ. അതുകൊണ്ട് അത് പാടില്ല, ബ്രഹ്മചര്യം കൊണ്ടാണ് നിർത്തുന്നത്, അല്ലാണ്ട് മറ്റേത് പാടില്ല. അപ്പോൾ കാമൻ എന്നുള്ളത് മോശക്കാരനല്ല, വളരെ പ്രധാനപ്പെട്ട. അന്ന് ഒരു സന്താനം ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഉണ്ടാക്കിയാൽ അയാൾക്ക് ആ ആൾ ബ്രഹ്മചാരിയാണ്. ഇനി അയാളെ ഗൃഹസ്ഥനാന്ന് പറയാറില്ല. അപ്പോൾ അതാണ് ആ കന്ദർപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മോശമല്ല, വളരെ മഹത്തായ ഒരു കാര്യമാണ്. അങ്ങനെയാണല്ലോ ജീവിതം. ഇപ്പോൾ ഞാൻ ജനിച്ചതും നിങ്ങളൊക്കെ കേൾക്കുന്നതും ഈ കാമം ഉണ്ടാവുകൊണ്ടാണല്ലോ. അത് നല്ല എന്തിന് ഒരു ഉത്തമ സന്താനത്തിനെ ഉണ്ടാക്കണതിനെ ഇല്ലാണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു വ്യാസമഹർഷിയോ അല്ലെങ്കിൽ ഒരു മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ ഒരു യേശുക്രിസ്തുവിനെയും കൂടി ഇല്ലാണ്ടിയാക്കണു. ആ ബീജം ഇല്ലാണ്ടല്ലോ. അപ്പോൾ അത് ശരിയല്ല. അവർ കന്ദർപ്പ സർപ്പാണാം അസ്മി വാസുകി. വാസുകി എന്നുള്ളത് ആ മന്ധരതരത്തിന് ചുറ്റിയിട്ട് ഉണ്ടാക്കാനുണ്ടല്ലേ. അപ്പോൾ മനസ്സ് കടയണ ആൾ അങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വാസുകിയാണ്. അനന്തശ്ചാസ്മി നാഗാനം. രസം തോന്നും. ഈ അനന്തൻ എന്നുള്ളത് വളരെ രസികനാണ്. ഇൻഫിനിറ്റ് എന്നർത്ഥമാണല്ലോ അനന്തൻ. നാഗങ്ങളിലെ ഞാൻ അനന്തനാണ്. നാരായണഗുരു സ്വാമിയോട് ഒരു വലിയൊരു സയൻറ്റിസ്റ്റ് ചോദിച്ച ഒരു കഥ, നിങ്ങളുടെ ഈ പുരാണത്തിൽ എന്ത് വിഡ്ഢിതൊക്കെയാണ് പറഞ്ഞത്? അങ്ങനെ ഒരു വലിയ 1000 തലയുള്ള പാമ്പ്, അതിൻ്റെ മുകളിലായി ഭൂമി ഇരിക്കുന്നത് ഒക്കെ പറഞ്ഞു. അനന്തൻ്റെ തലയിലാണ്. ഇതൊക്കെ വെറും വിഡ്ഢിത്തല്ലേ ചോദിച്ചു. അപ്പോൾ സ്വാമി ചോദിച്ചു, നിങ്ങളുടെ പ്രകാരം എന്താ, എവിടെയായി നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവിടെ എന്തെന്നില്ല, എത്തുന്ന അനന്തമായ ഒരു ശക്തിയുണ്ട്. എന്താ നമ്മളതിന് പറയുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ. ആ ഫോഴ്സ് കൊണ്ട് അതിലാണ് നിൽക്കണമെന്ന്. അപ്പോൾ സ്വാമി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ഭാഷയെ പറഞ്ഞു, ഞങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞു. നിങ്ങളും പറഞ്ഞത് അനന്തമായ ഒരു ശക്തി ഉണ്ട് വെച്ചാൽ ആ അനന്തം തന്നെയാണ് ഞങ്ങളും പറഞ്ഞു. അതിന് ആ ശക്തി എന്ന് കാണിക്കാൻ പാമ്പിന് ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് അതൊരു പാമ്പാണ് അതിൻ്റെ മുകളിൽ തലയിൽ ഇങ്ങനെ ഒരു ഭൂമി കൊണ്ടുവച്ചൊന്നും അർത്ഥമല്ല. കുട്ടികൾക്ക് മനസ്സിലാവാൻ നല്ലതാണ്. അപ്പോൾ അതാണ് ആരവിടെ അനന്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സർവ്വത്രം എന്ന് പറഞ്ഞാൽ ശക്തി. അസ്മി നാഗാനാം. എന്താ നാഗാനാം? വരുണോ യാദസാംഹം. യാദസൻ ഈ വരുണൻ ആണല്ലോ. അതിൽ കാറ്റ് ഞാനാണ്. പിതൃഗണാം ആര്യമ ച അസ്മി. പിതൃകളിൽ ഈ മരിച്ചുപോയവരൊക്കെ അവിടെ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് പിതൃലോകത്ത്. അതിൽ ആര്യമാവ് എന്ന് പറഞ്ഞ പേര്. അത് അവർക്ക് കൊടുക്കുമ്പോൾ 2 തരത്തിലുണ്ട്. ദേവന്മാർക്ക് കൊടുക്കുമ്പോൾ സ്വാഹ എന്നാ പറയാം. എന്താ കാരണം വെച്ചാൽ തീയിൽ എന്തിട്ടാലും അതിനെ തീയാക്കും. നല്ല നെയ്യ് ഒഴിച്ചാലും അത് ആ അഗ്നി അതാക്കി വരും. മലം അതിൽ കൊണ്ടിട്ടു അപ്പോഴും ഇതാക്കും. അതാണ് ഈ ദേവന്മാരുടെ. അപ്പോൾ അതുകൊണ്ട് സ്വാഹ വെച്ചാൽ എന്നെ ഇതാ ഭഗവാനിലേക്ക് അവർപ്പിക്കുന്നു വെച്ചാൽ ഞാനും ഭഗവാനെ പോലെയാകും. പിതൃക്കൾക്ക് അതല്ല ആവശ്യം. അവർ അവിടെ ഇരിക്കുന്ന എന്നാണ് ധാരണ. അപ്പോൾ തൻ്റെ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നാൽ അറിയേ വേണ്ടവർക്ക്. അതിനാണ് കൊല്ലത്തിലൊരിക്കൽ ശ്രാദ്ധം വയ്ക്കുമ്പോൾ നമ്മൾ എന്ന് വെച്ചിട്ട് ഈ ആ പിണ്ടം വയ്ക്കുമ്പോൾ സുധ എന്നാ പറയുക. ഞങ്ങൾ ഈ ശൈവഗോത്രമുണ്ട്. സുധ നമശിവായ എന്ന് പറയാം. ഓരോരുത്തർക്ക് അതാവാം. സുധ സ്വധ എന്നാണ്. സ്വധ അല്ല, സു അല്ല, സ്വധ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞങ്ങൾ പരിഭ്രമിക്കേണ്ട, ഞങ്ങളെ ധരിക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ട്. സ്വധ ധരിക്കാൻ, ഞങ്ങൾ സ്വയം ധരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് അവരെ അറിയിക്കുക കൊല്ലത്തിലൊരിക്കൽ. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവരാണ് ആര്യമാവ്. പിതൃണാം പിതൃണാം ആര്യമ ചാസ്മി യമ സമയമതാമഹം. യമൻ എന്ന് പറഞ്ഞാൽ കാലൻ എന്നർത്ഥമല്ല. അങ്ങനെ ധാരണ ഉണ്ട്. കാലനാണല്ലോ എല്ലാവരും ഒതുക്കി നിൽക്കുന്നത്. ഒതുക്കുന്ന ആൾ എന്നർത്ഥമാണ് യമം. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്നുണ്ടല്ലോ. ആ യമങ്ങൾ 5. 1 സത്യം, 2 ബ്രഹ്മചര്യം,
അഹിംസ, അസ്തേയം, അപരിഗ്രഹം. ഇത് 5 കൂടി ഇതാണ്. ഇതിനെയാണ് യമങ്ങൾ. ആ യമം ഞാനാണ്. കാരണം ഇതില്ലാണ്ടേ വേറെ ലോകത്തിലൊന്നും നടക്കില്ല. ഇന്ന് നമ്മൾ ഈ യമം എന്നുള്ളത് സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇന്ന് കാണുന്ന കുഴപ്പങ്ങളിൽ 199. യമ സംയമതാമഹം പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനം. സാധാരണ ഈ അസുരന്മാരെ പറഞ്ഞാൽ വളരെ വളരെ ക്രൂരന്മാരെന്നൊരു ധാരണയാണ്. നേരെ മറിച്ച് ദേവന്മാർക്ക് പോലും ബഹുമാന്യനും ആരാധ്യനുമായി തീർന്നു ഈ പ്രഹ്ലാദൻ. കാരണം പ്രഹ്ലാദനുള്ളൊരു പ്രത്യേകത ഗുണ നിർഭയതയാണ്. ഭഗവാനുണ്ട് അഭയം. അഭയം സത്വശം ശുദ്ധി എന്ന് പിന്നെ 16 വരുമ്പോൾ പറയും. ഏറ്റവും വലിയ ഗുണം അഭയമാണ്. അഭയത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ആരും ഭയമില്ല എന്നുള്ളത്. അത് മാത്രം എടുത്താൽ മഹാതെമ്മാടികൾക്ക് ആരും ഭയണ്ടാവില്ല. അപ്പോൾ തെമ്മാടി നഷ്ടം വരും. അങ്ങനെ പോരാ, അഭയത്തിന് 2 അർത്ഥമുണ്ട്. എനിക്ക് ആരെയും പേടിയില്ല, അയാളെ ആരും പേടിക്കണ്ട. ഏതുപോലെ ഹിരണ്യകശുവിന് ആരെയും പേടിയില്ല, പക്ഷേ ഹിരണ്യകശുവിനെ എല്ലാവർക്കും പേടിയായിരുന്നു. പ്രഹ്ലാദന് ആ ഹിരണ്യകശുവിനെയും പേടിയില്ല, പ്രഹ്ലാദനെ ആർക്കും പേടിക്കും വേണ്ട. അതുകൊണ്ടാണ് പ്രഹ്ലാദനെയാണ് എന്ന് പറയുന്നത് ഇവിടെ. ക്ഷമയുടെ, ധൈര്യത്തിൻ്റെ. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനം കാല കലയതാമഹം. കാലം എന്ന് പറഞ്ഞാൽ അളവ് എന്നർത്ഥമാണ്. അളക്കുക. എല്ലാത്തിനെയും അളക്കുന്നത് എത്ര കൊല്ലം മുമ്പാണ് എന്നാണ് എന്നൊക്കെ പറയണതൊക്കെ കാലത്തിനു. ആ അളവല്ലേ, അളവ് പോലെ കാലം ഞാനാണ്. കാലം എന്നൊന്നുമില്ല, സങ്കല്പമാണ്, എങ്കിലും അത് ഞാനാണ്. മൃഗാണാംച മൃഗേന്ദ്രോഹം. മൃഗങ്ങളിൽ സിംഹമാണ്. ആനയ ശക്തി ഉണ്ടെങ്കിലും ഈ സിംഹത്തിൻ്റെ മാലിയല്ലോ. അത് മാത്രമല്ല, നമ്മുടെ ഡാർവിൻ്റെ സിദ്ധാന്തം ഉണ്ടല്ലോ, എന്തേ പറഞ്ഞു? അതെ, പരിണാമം. ശക്തിയുള്ളവൻ കയറി പരിണാമം. ശുദ്ധ തെറ്റാന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം ശക്തിയുള്ളത് സിംഹമാണ്. അതാണ് നിലനിൽക്കേണ്ടത്. ഇന്ന് സിംഹത്തിൻ്റെ ആ വംശമില്ലാണ്ടാവുക, തീരെ ഇല്ല. ഒന്നിനും കൊള്ളാത്തതാണ് ഈ ആട്. അത് പെരുകുക. ഇവിടെ എത്ര ആടിന് പെരുകുന്നതിന് കണക്കില്ല. അപ്പോൾ ഈ വാദങ്ങളൊക്കെ വെറുതെ പറയാണ്. ഏതായാലും സിംഹത്തിനെയാണ് നമ്മൾ ശക്തനായിട്ട് കണക്കാക്കുന്നത്. മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണ. പരുന്ത്, വെളുത്ത വെള്ള പരുന്തുണ്ടല്ലോ, അതാണ് പക്ഷികൾ. കാരണം അതിനെ ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കും. ഈ വായുവിലെ പറക്കണ്ട, അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ നിൽക്കാൻ സാധിക്കും മറ്റ് പക്ഷികളെ പോലെ. ഇപ്പോൾ കാക്കയൊക്കെ ഇങ്ങനെ കുറച്ചേ പുറത്ത് വയ്ക്കൂ. ഇതിനങ്ങനെ എത്ര നേരമാണെങ്കിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യണ വരെ അങ്ങനെ പക്ഷിണ. ഉണ്ട്, പൊന്തി കിടണം. പവതാം അസ്മി. പവനൻ തീയ. ഈ ചൂടാക്കുന്നതൊക്കെ ഇതിൽ പവനനാണ്. രാമശാസ്ത്രനാമം. രാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ. ചിലർ പരശുരാമൻ എന്ന് പറയുന്നുണ്ട്. അത് വയ്യ. കാരണം പരശുരാമൻ പോലും അവസാനം ഈ ശ്രീരാമനോട് തോറ്റതായിട്ടൊരു രംഗമുണ്ട്. അവസാനം തോൽക്കാച്ച ചരിത്രത്തിലെ. ഏതായാലും ശ്രീരാമൻ്റെ ഗുണം, രാമന് 2 അമ്പില്ല, 1 അമ്പേ ഉള്ളൂ. അതുപോലെ രാമന് 1 വാക്കേ ഉള്ളൂ, 2 വാക്കില്ല. അത് അത്ര സത്യസന്ധനാണ്, സത്യസ്വരൂപനാണ്. അതാണ് ഗാന്ധിജി രാമരാജ്യം എന്ന് പറഞ്ഞാൽ ദശരഥൻ്റെ രാമൻ്റെ രാജ്യമാണോ എന്ന് ചോദിച്ചു ഗാന്ധിജിയോട്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ പറയുക, ഏത് ആ ദശരഥൻ്റെ മകന് ഏതൊരു രാമൻ്റെ പേരാണോ ഇട്ടത് ആ രാമൻ്റെ രാജ്യമാണ് ഞാൻ പറഞ്ഞത്. ദശരഥൻ്റെ രാമൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ജഷാണം മകരശ്ചാസ്മി. മത്സ്യങ്ങളില്ലേ ഞാൻ മകരമത്സ്യമാണ്. ഞാൻ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. വളരെ വലിയ മത്സ്യം മാത്രമേ അങ്ങനെ ഒന്നുണ്ട് പറയണം. സ്വാമി ശ്രോതസാം അസ്മി ജാഹ്നവി. ഒഴുകുന്നതിൽ ഞാൻ ഗംഗയാണ്. പ്രത്യേകിച്ചും ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, ഇത് ഭാരതത്തിലുള്ളൊരു ഋഷി എഴുതാണ്. അതുകൊണ്ടാണ് അതൊക്കെ എഴുതിയത്. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ സ്വീകരിക്കണമെന്നൊന്നുമില്ല. മെസോറി മിസ്സപ്പിയോ അല്ലെങ്കിൽ നൈലൊക്കെ അതെ പാണ്ഡവന്മാർ ഇവിടെ ഈ രാജ്യത്ത് ഇതിനനുസരിച്ച് എഴുതിയിരിക്കുന്നു, അല്ലാണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്താ അതൊരു ഭാരതീയ സങ്കുചിതത്വമുണ്ടോ? ഒരു സങ്കുചിതത്വം ഇല്ല. ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കുട്ടികൾക്ക് പറയുമ്പോൾ കേരളത്തിലെ കാര്യങ്ങളല്ലേ പറഞ്ഞ് മനസ്സിലാക്കാൻ, എന്നിട്ട് വേണ്ടേ മറ്റത് മനസ്സിലാക്കാൻ. അല്ലാണ്ട് ഇത് സങ്കുചിതം കൊണ്ടല്ല, ഭാരതീയം കൊണ്ടല്ല. അന്നുള്ള ആളുകൾക്ക് ഇവിടെയുള്ള ആൾക്ക് മനസ്സിലാവാൻ വേണ്ടി
അവർക്ക് അനുഭവമുള്ള മഹത്തായ ചില വിഭൂതികൾ അത് ഞാനാണെന്ന് ഭഗവാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. സർഗാണാം ആദിരന്തശ്ച മധ്യം ചെയ്വ. ഞാൻ മുമ്പ് പറഞ്ഞു 32 വരുന്നു രണ്ടാമത്. എന്ത്? ആദി മധ്യാന്തം ഞാനാണെന്ന്. മുമ്പ് അവിടെ 20 പറഞ്ഞുവല്ലോ, അത് വയ്ക്കും കൂടി വരുന്നു. സർഗാണാം ആദിരന്തശ്ച മധ്യം ച അഹ അർജുന. സർഗം സൃഷ്ടി, സൃഷ്ടിയുടെ തുടക്കം ഞാനാണ്, മധ്യം ഞാനാണ്, അവസാനവും ഞാനാണ്. അപ്പോൾ ഇവിടെ ഭഗവാനല്ലാണ്ടാവുന്നില്ല എന്ന് പിന്നെ മുമ്പ് പറഞ്ഞു എന്നുള്ളൂ. ഇത് വളരെ വ്യക്തമായിട്ട് ആദ്യം ഇനി 32 ഇനി അവസാനം വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും എന്നുള്ളൂ. ഭഗവാനല്ലാണ്ട് യാതൊന്നുമില്ല. അതുകൊണ്ടാണ് ചിന്തിയോസി എന്ന് പറയാൻ വെക്കണം. ഇത് ചിന്തിക്കാനുള്ളതാണ്, അല്ലാണ്ട് പ്രവർത്തിക്കാനല്ല. ഇങ്ങനെ എല്ലാം ഈശ്വരനാണെന്ന് ചിന്തിക്കാനേ പാടുള്ളൂ. അപ്പോൾ നല്ലതും ചീത്തയൊക്കെ ഈശ്വരനാണല്ലോ, അല്ലെങ്കിൽ വയ്യല്ലോ. ആ ചീത്ത ഈശ്വരനല്ല എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പരിവേദനവും. അത് അവിടെ ഈശ്വരനില്ലല്ലോ. ഈശ്വരനാണ് എല്ലാം എന്ന് ചിന്തിച്ചോളൂ. എന്നിട്ട് നല്ലത് മാത്രം സ്വീകരിച്ചോളൂ, മറ്റേ സാധിക്കുള്ളൂ. സർഗാണാം ആദ്യം എന്താ മധ്യം ചെയ്വതിന. അധ്യാത്മവിദ്യ വിദ്യാനം. അധ്യാത്മവിദ്യയാണ് വിദ്യകളിൽ. അധ്യാത്മവിദ്യ എന്ന് വെച്ചാൽ ആത്മവിദ്യ, ഞാൻ പരിപൂർണനാണ് എന്നറിയണതാണ് അധ്യാത്മം. അധ്യാത്മോ സ്വഭാവ ഉച്യതേ എന്ന് 8 പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വഭാവം വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടായി എന്ന്, ഞാൻ ഭവിച്ചു, ശരീരമായി തോന്നുന്നില്ലേ, അതാണ് അധ്യാത്മം. 8 വേറെ ഒന്ന് പറയുന്നുണ്ട്. ആദ്യം നിർഗുണം, അതിന് കഴിഞ്ഞാൽ അധ്യാത്മം എന്നുള്ളതിന് പറഞ്ഞു സഗുണം. പക്ഷേ നിരാകാരമാണ് അപ്പോഴും സഗുണ. അതാണ് അധ്യാത്മ വിദ്യ. വിദ്യാന വാദ പ്രവതധാമ. വാദം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ദുർവാദമല്ല, സംവാദം. അതെ, മാത്രമല്ല അതിന് വിതർക്കം എന്നതിന് പേര്. തർക്കവും വിതർക്കവും തമ്മിൽ വ്യത്യാസമുണ്ട്. വിതർക്കം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തർക്കിച്ചിട്ട് ബോധ്യപ്പെടുത്തുക. തർക്കിച്ച് മറ്റേ ആളെ തോൽപ്പിക്കലല്ല, തർക്കിച്ച് ഉണ്ടാക്കുക. ഞാനൊരു ഏകദേശം ഇംഗ്ലീഷിൽ സത്യം കണ്ടെത്തുക. അതിന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഡയലറ്റിക്സ് എന്ന ഇംഗ്ലീഷിൽ പേര്. ഡയലറ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയും ഈ മാർക്സിൻ്റെ പുസ്തകത്തിൽ. അത് എന്താണെന്ന് വെച്ചാൽ 2 കൂടി പാത്രത്തിൽ വെള്ളമുണ്ട്, ചോട്ടിൽ തീ കത്തുന്നു. അപ്പോൾ തമ്മിൽ ഒന്ന് തണുപ്പാണെന്ന് ചൂടാണ്. അതങ്ങനെ ചൂടാക്കി ചൂടുമ്പോൾ ആദ്യമൊന്നും തോന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൂടിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അല്ല, ചൂടണ്ട, വെള്ളം തന്നെ ആവിയായിട്ട് ഇല്ലാണ്ട് പോകും. തീരെ വെള്ളം ഇല്ലാണ്ട് വരുമല്ലോ. അതുപോലെ തൊഴിലാളികളും മുതലാളികളും തമ്മിലുള്ള ഒരു വടംവലി നടക്കും. അതിൽ തൊഴിലാളി ജയിച്ച് വന്നിട്ട് അവസാനം ലോക തൊഴിലാളി ആയിട്ട് തൊഴിലാളി മാത്രമേ ആവൂ എന്നൊക്കെ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ഏകദേശം വിതർക്കം തന്നെയാണ്. നമ്മുടെ ഋഷിമാർ കണ്ടുപിടിച്ച കാര്യമാണ്. 2 ഉണ്ടായിട്ട് ആ ഒന്നേ ഉള്ളൂ ആക്കുക. തർക്കിക്കാനല്ല, തർക്കം എന്ന് പറയുന്നത് 2 ഉണ്ടാവുകൊണ്ടാണ്. വാസ്തവത്തിൽ 2 എന്നുള്ള സങ്കല്പമാണ്, ഒന്നേ ഉള്ളൂ എന്നാക്കുക. അതാണ് ഞാൻ. അക്ഷരാണാം അകാരോസ്മി. അക്ഷരങ്ങളിൽ ആദ്യത്തെ ശബ്ദം ഉണ്ടാക്കുന്നത് എപ്പോഴും ആന്നേ വയ്ക്കൂ. അവിടുന്നാണ് ശബ്ദം പുറപ്പെടുന്നത് തന്നെ ആ എന്ന് കഴിഞ്ഞിട്ടല്ലാണ്ട് പിന്നെ ഇല്ല. അത് ഞാനാണ്. ദ്വന്ദ്വ സാമാസിക സമാസങ്ങളിൽ കൂട്ടിച്ചേർക്കലിൽ ദ്വന്ദ്വാണ്. അതെന്താ വെച്ചാൽ 2 തുല്യങ്ങളായിട്ടുള്ളതിനെ കൂട്ടുന്നതിനാണ് സമാസം എല്ലാം വരും, ദ്വന്ദ്വ സമാസം. മറ്റേത് പലതിനും ബഹുപരിഹിയൊക്കെ ഉണ്ട്. ദ്വന്ദ്വത്തിൽ 2 ഉണ്ടാവും. ഏതുപോലെ ഇപ്പോൾ എന്താണ് പാർവതി പരമേശ്വരൻ എന്ന് നോക്കിയാൽ പാർവതിയും പരമേശ്വരനും തുല്യ. അല്ലെങ്കിൽ കൃഷ്ണനും അർജുനും ഒരാൾ തുല്യ. അങ്ങനെ വരുന്നതിന് മാത്രമേ ദ്വന്ദ്വ സമാസം, അതായത് സമത ഒന്നിക്കുന്നതിനാണ് ആ മതിൽ സമാസം തരും. ദ്വന്ദ്വ മാസികസ്റ്റ അഹമേവ അക്ഷയ കാലോ. മുമ്പേ കാലത്തിനെ അളവിലെന്ന് പറയും. ഇവിടെ അക്ഷയം ചില നശിക്കാത്തത്, അത് ഞാനാണ് കാലം. ആ കാലമല്ല ഈ കാലം. അവിടെ അളക്കണമെന്നാണ്. ഇവിടെ ക്ഷയമില്ലാത്തത്, നശിക്കാത്തത്. അഹമേ അക്ഷയകാലോ ധാതാഹം വിശ്വതോ മുഖ. ധാത ബ്രഹ്മാവ് ഈ വിശ്വത്തിൻ്റെ മുഖത്തുനിന്ന് അതിനാണല്ലോ കണ്ടുള്ളത്. അത് ഞാനാണ്. മൃത്യു സർവഹരസ്ഥാഹം
എല്ലാത്തിനെയും ഹരിക്കുക വെച്ചാൽ മാറ്റുക. വാസ്തവത്തിൽ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് മരണം എന്നുള്ളത് നമ്മുടെ ഒരു ധാരണ നശിക്കുക എന്നുണ്ട്. ഈ ഗീത വായിച്ചു നോക്കിയാൽ അങ്ങനെ വയ്യ. മൃത്യു എന്ന് പറഞ്ഞാൽ മാറ്റം വരിക, നാമരൂപങ്ങളിൽ മാറ്റം വരികയാണ്. അപ്പോൾ മരം മരിച്ചിട്ടാണ് മേശ ഉണ്ടാവുന്നത്. മേശ മരിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ട് വറകാവുക. അപ്പം മരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നിനെയും നശിപ്പിക്കാൻ കഴിയില്ല. എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ്, ഒന്ന് മറ്റൊന്നാകാനേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ മൃത്യു വെച്ചാൽ സർവഹര, സർവത്തിനെയും ഹരിക്കുന്ന ആൾ മൃത്യു ആയി ഞാനാണ്. അത് മാറ്റം വരാൻ സൗകര്യം. ഉദ്ഭവസ്ഥ ഭവിഷ്യതാം, ഉത്ഭവം ഉണ്ടാക്കുക, വരാൻ പോണത് എല്ലാം ഞാനേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇത് ഉറച്ചു പറയും, ഭഗവാൻ തന്നെ ഇവിടെ ഉള്ളൂ. ഭവിഷ്യതാം കീർത്തി ശ്രീ വാക്ച നാരീണാം, കീർത്തി ഞാനാണ്, ശ്രീ ഞാനാണ്, വാക്ക് ഞാനാണ്. നാരീണാം സ്മൃതി മേധ ധൃതി ക്ഷമ, സ്മൃതി ഓർമ്മ ഞാനാണ്, ധൃതി ഞാനാണ്, ക്ഷമ ഞാനാണ്. സൽഗുണങ്ങളുടെ ഒരു സെറ്റ് വന്നിരിക്കണം. അതിൽ കീർത്തിയെ പറ്റി ഒന്ന് പറയട്ടെ. കീർത്തനം എന്നുള്ളത് നാവുകൊണ്ട് ചെയ്യേണ്ടതല്ല. കീർത്തി ഉണ്ടാക്കുക ആ അദ്ദേഹം എങ്ങനെ ചെയ്തു അതുപോലെ. ഇപ്പം ശങ്കരാചാര്യരുടെ പറ്റിയുള്ള കൃതി പറഞ്ഞാൽ ശങ്കരാചാര്യരെ പോലെയുള്ള കൃതി ചെയ്യുമ്പോഴാണ് ശങ്കരാചാര്യർക്ക് ബഹുമാനം. അല്ലാണ്ട് ശങ്കരാചാര്യ ഇരിക്കുക അതിൻ്റെ വിപരീതമൊക്കെ പെട്ട് ചെയ്താൽ അങ്ങനെ കീർത്തി ഉണ്ടാവുക. അപ്പം ഞാൻ നേന്ത്രവാഴ വയ്ക്കുന്ന ആളാണ്. നോക്കിയപ്പോൾ 100 കായ ഉണ്ടാക്കണം, ഒന്നാന്തരം ഒരു 10 കൊല്ലം ഉണ്ടാക്കണം. അപ്പോൾ ആൾ വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ കണ്ടക്ക്. അത് മറ്റു വീട്ടുകാരും അല്ലെങ്കിൽ നാട്ടുകാരും ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വരുമ്പോൾ അപ്പോൾ എൻ്റെ കീർത്തി വളരും. എങ്ങനെ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് അതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ക്രെഡിറ്റ് അവർ അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ അവിടെ നല്ല വഴിയാണ് കേമാണ് പറയാം. നിങ്ങളുടെ വീട്ടിലുള്ള നാളികയിൽ 5 നാളി ഈ കായകൾ വയ്ക്കുക, ഒരു കീർത്തി പറഞ്ഞിട്ടില്ല. അപ്പം അദ്ദേഹം ചെയ്ത പോലെ നടക്കണം. അതാണ് പലർക്കും അത് അറിയില്ല. അമ്പലത്തിൽ ഭഗവാനെ കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉറക്ക ഈ ഇതൊക്കെ കൊട്ടിലും കൊഴിലും നോക്കിലല്ല, ഭഗവാൻ ചെയ്ത പോലെ ജീവിക്കാൻ ശ്രമിക്കലാണ് ഭഗവാന്റെ കീർത്തനം. നാമം ചൊല്ലിയാൽ മാത്രം പോരാ. കീർത്തിഷ്ട ശ്രീ ഭഗവാനാണ്. വാക്ക് നാരീണാം, പിന്നെ സ്മൃതി ഓർമ്മ, മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തിനെയാണ്. അതൊക്കെ ഞാൻ തന്നെയാണ്. ബഹൽ സാമ തഥാ സാംനാം, സാമവേദം സംഗീതം. അത് മാത്രമല്ല അതിലാണ് തത്വമസി എന്ന് വരുന്നത്. അതുകൊണ്ടാണ് ഈ വേദങ്ങളിൽ സാമവേദം ഞാനാണ് പറയുന്നത്. ഇപ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് ഋഗ്വേദത്തിലാണ്, അതാ പ്രധാനം. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടാവില്ലല്ലോ, അത് നീ തന്നെയാണെന്ന് നോക്കുമ്പോൾ ഒരാൾ പറഞ്ഞു തരുമ്പോഴേ നോക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ ബൃഹത് സാമം എന്ന് പറഞ്ഞാൽ സാമാണ് പറയാം. ഗായത്രി ഛന്ദസാമകം. ഛന്ദസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്ര അക്ഷരം ഉണ്ടാവില്ലേ. ഇപ്പോൾ അനുഷ്ടുപ്പ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ, 30 അക്ഷരം. അതുമാതിരി ഗായത്രി കഴിഞ്ഞാൽ 24 അക്ഷരത്തിൽ ഉള്ള മീറ്റർ ഇംഗ്ലീഷിലാണെങ്കിൽ വൃത്തം എന്ന് പറയട്ടെ, വൃത്തം ശൈലി, അത് 24 അക്ഷരത്തിൽ 3 വരി, അതിനെയാണ് ഗായത്രി എന്ന് പറയുക. അത് മാത്രമല്ല നമ്മുടെ ഗായത്രിയുടെ പ്രധാനം ധിയോ യോ ന പ്രചോദയാൽ, ബുദ്ധി ഉണ്ടാക്കി തരിക. അപ്പോൾ ഏറ്റവും വലിയ കാര്യം അതാണല്ലോ. അതുകൊണ്ടാണ് ഗായത്രിയാണ് ഛന്ദസ്സുകളിൽ, അനുഷ്ഠിപ്പൊന്നുമല്ല. ഞാനത് പറയാം. അതെ, ധിയോയ ന 2 കുത്ത് വേണം. എന്നുവെച്ചോ 2 കുത്ത് എന്നുള്ളതിന് വിസർഗം എന്നാ പേര്. വിസർഗ എന്നുള്ളതിന് പറഞ്ഞ അർത്ഥം കുറച്ച് കാറ്റ് വിടണം എന്നാ. അപ്പോൾ ദിയോയോ ന എന്ന് പറയുമ്പോൾ ലേശം കാറ്റ്. അല്ലെങ്കിൽ ദിയോ യോ ന എന്ന് പറഞ്ഞില്ല, ന എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധി പ്രകാശിക്കരുത് എന്നർത്ഥവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തമിഴരും ഇപ്പോൾ കേരളക്കാരും അപകടമാക്കി തീർക്കുന്നുണ്ട്. ഈ വിസർഗത്തിന് ഒരു ഹാന്ന് തന്നെ പറയാതിരിക്കണം. അതൊട്ടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്പൂതിരിമാരൊക്കെ പണ്ടാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു പറയും രാമ രാമ ച ഉറക്കെ. ഇപ്പം അങ്ങനെയല്ല, രാമ ഹ എന്ന് പറയുന്നത്. അപ്പോൾ 3 അക്ഷരമായി. അപ്പോൾ അതെങ്ങനെ ശരിയാവുക? ഹകാരം വരില്ല, ഉറപ്പേ വരാൻ പാടുള്ളൂ. ഹകാരം വന്നാൽ സംസ്കൃത വ്യാകരണ പ്രകാരം തെറ്റാണ്, സംശയമില്ല. അല്ലെങ്കിൽ രാമ ഹ എന്നൊന്നും എഴുതേണ്ടി വരില്ലേ. 2 കുത്തിട്ടാൽ ആ വാക്കിന് തന്നെ പേര് വിസർഗം. വിസർജിക്കുക, വിടുക, കുറച്ച് കാറ്റ് വിടണം എന്നർത്ഥം. അതാണ് ഗായത്രി ഛന്ദസാമം.
മാസാനം മാർഗശീർഷോഹം, മാസങ്ങളിൽ ധനുമാസമാണ്. ഇവിടെ പറഞ്ഞു കേട്ടത് പണ്ടൊക്കെ ധനുമാസത്തിലായിരുന്നു ഇത്രയും മഴയൊക്കെ പെയ്തതെന്ന്. അതിങ്ങനെ കാലം മാറിയിട്ട് ഇപ്പം നമുക്ക് കർക്കിടകത്തിലേക്കായിട്ട്. അതുകൊണ്ടാണ് ഇതിനെ ഈ ധനുമാസം എന്ന് പറഞ്ഞത്. അത് പറയണു. മാസാനം മൃദൂനാം കുസുമ, ഋതു ഈ എന്താ വസന്തം ആണല്ലോ നല്ലത്, അത് ഞാനാണ്. ഈ ദ്യൂതം ചലയതാമസ്മി, ആളെ പറ്റിക്കുക, കള്ളച്ചൂത്, അത് ഞാനാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കള്ളച്ചൂത് ഭഗവാനെ നിന്നാൽ കള്ളം ചെയ്യാന്നല്ല. ഭഗവാനല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭഗവാൻ തൊട്ട് ഒന്നുണ്ടെന്ന് വരും, അത്ര ശക്തനാവും. എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ദ്യൂതം ചലയതാമസ്മി എന്നൊക്കെ വളരെ വ്യക്തമാവും. എന്തെന്നത് ചിന്തിയോസി, ചിന്തിക്കാനേ പാടുള്ളൂ, അത് ചെയ്യാൻ പാടില്ല. ആ കളവുണ്ടെങ്കിൽ അതും ഭഗവാനാണ് എന്നർത്ഥം. തേജസ്വിനാമഹം, തേജസ്വികളുടെ തേജസ് ഞാനാണ്. ജയോസ്മി, ജയം ഞാനാണ്. വ്യവസായം എന്ന് പറഞ്ഞാൽ സമത്വബുദ്ധി, വ്യവസാത്മിക ബുദ്ധി എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാനാണ്. സത്വം സത്വപദാമഹം, സത്വഗുണം എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളുണ്ട്: സത്വം, രജസ്, തമസ്. സത്വത്തിൻ്റെ പ്രകാരം ഇക്വിലിബ്രിയം, സമതയാണ് സത്വത്തിൻ്റെ, അത് ഞാനാണ്. വൃഷ്ണീനാം വാതുദേ, വളരെ നോക്കൂ, ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇരിക്കുകയാണ്. എന്നിട്ട് തന്നെ പറയണു, വൃഷ്ണികളില്ലേ ഞാൻ വാസുദേവനാണെന്ന. ഇവിടെ ശ്രീകൃഷ്ണനായിരിക്കണം. ആ ശ്രീകൃഷ്ണനും വാസുദേവനും വ്യത്യാസം തീരുമാനിച്ചു. വൃഷ്ണികളിൽ വാസുദേവൻ്റെ മകനായിട്ടൊരാളില്ലേ, അത് ഞാനാണെന്ന. വാസുദേവോസ്മി. പാണ്ഡവാനാം ധനഞ്ജയ, മുമ്പിൽ ധരിക്കണം നീയുണ്ടല്ലോ, അത് ഞാൻ തന്നെയാണ്. ഭഗവാന്റെ തര വിഭൂതിയാണ് ആര്? ഈ അർജുനൻ, ധനഞ്ജയ. മുനീനാം അപ്യഹം വ്യാസ, മുനികളിൽ ഞാൻ വ്യാസനാണ്. മുനി എന്നുള്ള വാക്കിന് അർത്ഥം ശ്രദ്ധിക്കാണ്ട്. നമ്മൾ മൗനം എന്ന് പറഞ്ഞാൽ ഈ നാവ് അല്ലെങ്കിൽ ചുണ്ട് ഒതുക്കിക്കണേന് മൗനം എന്ന് പേരില്ല. കാരണം 1000 വികാരങ്ങളുണ്ടാവാം, അതൊന്നും മൗനമല്ല. മനസ്സിൻ്റെ ഒതുക്കത്തിനെയാണ് മൗനം എന്ന് പറയാം. മനസ്സൊതുക്കണം. മനസ്സൊതുക്കുക വെച്ചാൽ എന്താ അർത്ഥം? സങ്കല്പരഹിതനാവണം. ആ ആളെയാണ് മൗനി. അതിൽ നിന്നാണ് മുനി എന്ന് വാക്കന്നെ വരുന്നത്. അത് ഞാനാണ്. അപ്പോൾ സങ്കല്പരഹിതമായിട്ട് നിൽക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതിന് മുനീനാം അപ്യഹം വ്യാസ. ഏറ്റവും അധികം പറഞ്ഞ ആളാണ് ആര്? വ്യാസമഹർഷി. പറഞ്ഞെങ്കിലും അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല അർത്ഥം. വ്യാസ. കവീനാം ഉശനാകവി, കവികൾ എന്ന് പറഞ്ഞാൽ 4 വരി മലയാളത്തിൽ എന്തെങ്കിലും അക്ഷരം കൂട്ടിച്ചേർത്ത് ചെല്ലുന്ന ആളല്ല. ഞാനൊരു ഇത് പറയാറുണ്ട്, എന്താണ് പശുപോരു 4 കാലി മൃഗമാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഛന്ദസ്സൊക്കെ വെക്കും, പക്ഷേ അയാളെ കവി എന്ന് പറയാറില്ല. ഇത് ഉശനൻ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കണ്ടുപിടിക്കുന്ന ആൾ. കവിർ മനീഷി പരിഭൂ സ്വയംഭൂ യാഥാർത്ഥ ദർശൻ വ്യഥ ശാശ്വതീഭ്യ സമാഭ്യ എന്ന് ഈ ശാഭാസ്യത്തിലുണ്ട്. വരാൻ പോകുന്നതൊക്കെ പറയാൻ സാധിക്കുന്ന അത്രയും മഹത്തായ ആൾ. അങ്ങനെ ഒരാളാണ് ഉശന കവി. മാത്രമല്ല അവിടെയും രസിക്കാനുണ്ട്. ഇദ്ദേഹമാണ് ഈ അസുരന്മാരുടെ മഹർഷി, അല്ലെങ്കിൽ ശുക്രാചാര്യർ. ഇദ്ദേഹം പറഞ്ഞേ, എന്തിനാ അങ്ങനെ അങ്ങ് അവിടെ കൊണ്ടു. അപ്പോൾ ഈ ദേവന്മാർക്ക് ചിലപ്പോൾ വിശ്വാസം കൂടും. അപ്പോൾ അവരെ ഒന്ന് തല്ലാൻ ഈ അസുരന്മാരെ ഉണ്ടാക്കിയാൽ പറ്റും. അപ്പോൾ അവൻ്റെ അഹങ്കാരമില്ല, എൻ്റെ അതിനാണ് ഞാൻ പേര് ഈ ഗുരുവായിട്ടിരിക്കണമെന്ന് പറയത്രേ അദ്ദേഹം. ഏതായാലും മഹാത്മാവാണ്. ദണ്ഡോ ദമയിലാമസ്യ, തല്ലുന്ന ആളുകളുടെ വടി ഞാനാണ്. ലാത്തിയെ നമ്മുടെ അപകാരം ചെയ്യുന്ന ആൾ ഒതുക്കേണ്ടത് ഞാനാണെന്ന് അർത്ഥം. നീതിരശ്മി ജിഗീഷിതാം, നല്ല സജ്ജനങ്ങളുടെ നീതി. നീതി ചെന്നർത്ഥം നൈതികം, വേണ്ടത്. അതാണ് റൂൾ. അപ്പോൾ നല്ലതേ ഉള്ളൂ. തെറ്റായ ഒരു റൂളുണ്ടെങ്കിൽ അത് നടക്കില്ലല്ലോ. നീതി ജിഗീഷിതാം. മൗനം ജാസ്മി ഗുഹ്യാനം, ഒതുക്കി വെക്കേണ്ട കാര്യങ്ങളിൽ അതിൽ മൗനാണ് ഗുഹ്യാനം. ജ്ഞാനം ജ്ഞാനവതാമഹം, ജ്ഞാനികളുടെ വെച്ച് ജ്ഞാനവും ഞാനാണ്. സർവഭൂതാനം ബീജം തദഹം അർജുന, എല്ലാതിൻ്റെയും ബീജം ഞാനാണ്. അതും വളരെ രസികനാണ്. കാരണം എന്തിൻ്റെയും ബീജം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ ഒരു സന്താനം ഉണ്ടാക്കാനുള്ള ശക്തിയൊക്കെ ഓരോ പുരുഷനിലും ഉണ്ട്. അത് ആ ബീജം മറ്റേ സ്ത്രീയിൽ കൊടുക്കുമ്പോഴാണല്ലോ പിന്നെ അത് ഉണ്ടാവുന്നത്. അതുമാതിരി ഒരാലിൻ്റെ ചെറിയ ഇതിൻ്റെ നിന്നാണല്ലോ ഒരു വലിയ ആലുണ്ടാവുന്നത്. അത് മാത്രമല്ല അതിലൊരു 10,000 കായ, അതിലൊക്കെ ഒരാളുണ്ടാക്കാനുള്ള ഇത്രയും അത് ആ ബീജം ഞാനാണ്.
ന തദസ്തി വിന യൽസ്യാൻ മയാഭൂതം ചരാചരം. എന്നിൽ ഓരോ പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന ബോധ്യപ്പെടുത്തുകയാണ്. ചരം അചരം, ഇളകുന്നത് ഇളകാത്തത്, അതൊക്കെ ഞാനാണ്. ഞാനില്ലെങ്കിൽ ഇളകാത്തൊന്നുമില്ലെങ്കിൽ ഇളകാൻ പറ്റില്ല. അപ്പോൾ ആ ഇളകാത്തൊന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇളകുന്നതും വാസ്തവത്തിൽ ഈ ഇളകാത്തതിൻ്റെ ഒരു ഭാഗമല്ലേ വയ്ക്കൂ, അല്ലാണ്ട് വയ്ക്കല്ലോ. ഇളകാത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? നിരപേക്ഷയും. ആ നിരപേക്ഷത്തിൻ്റെ മുകളിൽ ഒരു സാപേക്ഷ എന്നുള്ളത് എന്താണ്? സങ്കല്പമാണ്. നിരപേക്ഷ ഉണ്ടെങ്കിലേ സങ്കല്പിക്കാൻ വയ്ക്കൂ. സങ്കല്പം മാത്രമേ വെച്ചാൽ ആര് സങ്കല്പിക്കും? ബോധമാണല്ലോ സങ്കല്പിക്കാൻ. അപ്പോൾ ബോധവും ആ ബോധം സങ്കല്പിക്കാൻ സങ്കല്പവും ഞാൻ തന്നെയാണ്. അത് രാജൻ നാന്തോസ് മമ ദിവ്യാനം വിഭൂതീനാം പരന്തപ ഏഷത് ഉദ്ദേശിത പ്രോക്തോ. ഞാൻ നടക്കുന്നത് പറഞ്ഞ് മനസ്സിലാക്കുള്ളൂ. വിഭൂതേർ വിസ്തരമയ, ഞാൻ വിസ്തരിക്കുക പണിയില്ല, വിസ്തരിക്കാൻ അവസാനമില്ല. യജ്ഞത് വിഭൂതിമൽ സത്വം ശ്രീമദ് ഊർജിതമേവച തത്തദേവ ഗച്ഛത്വം മമ തേജോംശ സംഭവം. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെങ്കിലും വസ്തുക്കൾ, എനർജിയോ മാറ്ററോ, കാരണം രണ്ടെണ്ണേ ഉള്ളൂ ലോകത്തിൽ, എനർജിയും മാറ്ററും, അല്ലെങ്കിൽ ശക്തിയും പദാർത്ഥവും. വേറെ യാതൊന്നുമില്ല, ക്രിയയും പദാർത്ഥവും. ലോകത്തിൽ എത്ര കണ്ടുപിടിച്ചിട്ടുള്ള പണ്ട് തന്നെ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ രണ്ട് ശക്തിയുള്ളൂ. ഒന്നിൻ്റെ പേര് ക്രിയ, മറ്റേതിൻ്റെ പേര് പദാർത്ഥം. ക്രിയ വെച്ചാൽ ചലനം, പദാർത്ഥം വെച്ചാൽ കട്ടിയാവുക. ഇതിലല്ലാണ്ട് ഇവിടെ യാതൊന്നുമില്ല. അപ്പോൾ ഇത് പദാർത്ഥത്തെ എനർജിയായിട്ട് മാറ്റാം, എനർജിയെ പദാർത്ഥമായിട്ട് മാറ്റാം, കൺവേർട്ട് ചെയ്യാം. ഇത്ര രണ്ടെണ്ണം ആവുകൊണ്ട് ഇത് ഒക്കെ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും ഞാൻ തന്നെയാണ്. ക്രിയയും പദാർത്ഥവും, മൂന്നാമതൊരു സാധനം ഈ ലോകത്തില്ല. അപ്പോൾ ശ്രീമദ് ഊർജിതമയവ തത്തദേവ ഗച്ഛത്വം മമ തേജം, എൻ്റെ തേജസ്സിൽ നിന്നും ഉണ്ടായതാണ് ഇത് രണ്ടും എന്ന് നീ അറിയും. ഇനി അവസാനത്തെ ആദ്യം പറഞ്ഞത് 20, പിന്നെ 32 പറഞ്ഞ് അവസാനം എന്താ 42 വീണ്ടും പറഞ്ഞു. അഥവാ ബഹുനേതേന കിം ജ്ഞാതേന തവാർജുന. എന്തിനാ അതൊക്കെ അറിഞ്ഞിട്ട് കാര്യം? അറിഞ്ഞിട്ട് വളരെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അർജുന. വിഷ്ടവ്യാഹം എം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗൽ. ഈ ലോകം മുഴുവനും എൻ്റെ ഒരു അംശം. ഞാൻ മുഴുവനൊന്നും ആയിട്ടില്ല. ഈ കാണുന്ന ലോകത്തിൽ ഒരംശമാണ് ഇപ്പോൾ ഈ പറഞ്ഞ വിഭൂതിയൊക്കെ. അങ്ങനെ കോടാനുകോടി വിശ്വങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് പറയുമ്പോൾ എനിക്ക് ആ പുരുഷ സൂക്തം എന്നൊരു ഇതുണ്ട്. അതിൽ പറയുന്നുണ്ട് ഭഗവാൻ അങ്ങനെ ഭഗവാൻ അതിനുണ്ടായി 10 അങ്കുലം പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ മുഴുവനൊന്നുമില്ല, ഒരു ചലനം ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതിന് ഞാനൊരു വളരെ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു ഉദാഹരണം. ഇപ്പോൾ ഈ ഭൂമിയുണ്ടല്ലോ, ഭൂമിയിൽ പലതരം പദാർത്ഥങ്ങളുമുണ്ട്, വസ്തുക്കൾ. മണ്ണാണല്ലോ, മണ്ണെന്നെങ്കിലും അതിൽ കരിങ്കല്ലുണ്ട്, വെള്ളാരം കല്ലുണ്ട്, കടപ്പക്കല്ലുണ്ട്, പിന്നെ ഈ എന്താ മൊസൈക്ക് പിന്നെ മറ്റേതില്ലേ വെണ്ണക്കല്ല്, അങ്ങനെയല്ലോ ഉണ്ട്. മണലുണ്ട്, ചളിയുണ്ട്, കളിമണ്ണുണ്ട്, അങ്ങനെ പലതരമുണ്ട്. ഇതൊക്കെ വിടുക. ഇതിൽ ഈ പാത്രമാക്കണമെങ്കിൽ കളിമണ്ണ് ഒന്നുകൊണ്ട് മാത്രമേ പറ്റൂ. മണലുകൊണ്ട് വയ്യ, കരിങ്കല്ലുകൊണ്ട് വയ്യ, കടപ്പക്കല്ലുകൊണ്ട് വയ്യ, ഒന്നും സാധിക്കില്ല. ഈ കളിമണ്ണ് പാത്രമാക്കി ചുട്ടാൽ നമുക്ക് പാത്രം എഴുതും. അപ്പോൾ അത് എനിക്ക് തോന്നിയത് തന്നെയാണ്. ബാക്കി ഈ കളിമണ്ണുകൊണ്ട് പാത്രമാക്കുമ്പോഴും മറ്റു മണ്ണുകളൊക്കെ അവിടെ കിടക്കുകയാണ്, കോടാനുകൂടി. ഇത് ഒരു ലേശമുള്ള കളിമണ്ണ്, അതിലാണ് പാത്രം ഉണ്ടാക്കണം. അതുപോലെ ഭഗവാൻ എന്നത് അനന്തമാണ്. അതിലൊരു ഭാഗമുണ്ട്, ചെറിയൊരു ഭാഗം, അതെടുത്തിട്ടാണ് ഈ ജീവജാലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ആ ജീവജാലങ്ങൾ അവർ ചെറിയ ഭാഗം, ബാക്കി 10 ഒന്നെടുത്തിട്ട് ബാക്കി 9 അവിടെ കിടക്കുക. അതിന് യാതൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ തോന്നുന്നു ഇത്രയേ ഉള്ളൂ, ഇത്രയേ കാര്യമുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം മുഴുവനും ഞാൻ തന്നെയാണ്. അതിൽ ഒരു ചെറിയ സ്ഥലത്ത് മാത്രമേ ഈ വ്യാവഹാരിക സത്യം എന്നൊന്നുള്ളൂ, പാരമാർത്ഥിക സത്യമുള്ളൂ. അതിലൊരു ചെറിയ ഭാഗത്ത് വ്യവഹാരം ഇല്ലെങ്കിൽ ഇങ്ങനൊന്നുണ്ടെന്ന് അറിയാനും പറയാനും സാധിക്കില്ല. കാരണം അത് ആവാനേ പറ്റൂ. ഇല്ലേ? നാരായണ ഗുരുസ്വാമി പറഞ്ഞവരാണ്, അറിയല്ലേ എന്ന് പറയുമ്പോൾ ത്രിപുടി വരും. അറിയുന്നവൻ,
അറിയപ്പെടുന്ന വസ്തു അറിയൽ. ആ ത്രിപുടി ഉണ്ടായാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് എവിടെ? ചെറിയൊരു ഭാഗത്ത്. ബാക്കി ഭാഗമൊക്കെ ത്രിപുടി ഇല്ലാതെ തന്നെ അങ്ങനെ അതേപോലെ കിടക്കുകയാണ്. ഇതാണ് എൻ്റെ ഈ വിഭൂതി യോഗം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഇത് ഓം തത്സതി ശ്രീമദ് ഭഗവത്ഗീത ബ്രഹ്മവിദ്യായം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണ സംവാദേ വിഭൂതി യോഗോ നാമ ദശമോധ്യായ. എന്തിനാ പതുക്കെ ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം പതൊക്കെ പറഞ്ഞപ്പോൾ നമുക്കും തോന്നുമല്ലോ, ഇതൊക്കെ ഒന്ന് കണ്ടാ കൊള്ളാൻ തിരക്കില്ല ഇങ്ങനെ ആകെ. ഇത് ആ പ്രചോദനം ഉണ്ടാക്കി നമുക്ക് മനസ്സിലാക്കാനാവും ഭഗവാൻ ഇത് പറഞ്ഞത്. അതുണ്ടാക്കിയതിന് ശേഷം അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, ഇതൊക്കെ വളരെ നന്നായി. അടുത്ത ശ്ലോകത്തിൽ പറയാൻ കൊണ്ട് എൻ്റെ ഈ വിഷമങ്ങൾ സംശയങ്ങളൊക്കെ തീർന്നു എന്ന് ഇവിടെ തന്നെ പറയും. 18 പോണ്ട. വിഭൂതി യോഗം പറഞ്ഞോടുകൂടി തന്നെ ഭഗവാൻ അർജുനൻ്റെ സംശയങ്ങൾ 99 കഴിഞ്ഞേർക്കണം. പിന്നെ ഒന്ന് ബാക്കിയുള്ളത് അതിന് ക്രമത്തിൽ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അവിടെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതൊന്ന് കണ്ടാൽ തിരക്കടില്ല. അപ്പോൾ അങ്ങനെ കേട്ടല്ലേ ഉള്ളൂ അല്ലേ? നമുക്ക് കേട്ടത് മാത്രം പോരല്ലോ, കേട്ടതൊന്ന് അനുഭവിക്കും കൂടി വേണ്ടേ? ആ 53 ശ്ലോകത്തിൽ ശ്രുതി വിപ്രതിപന്നാതെ നമ്മൾ കഴിഞ്ഞ പറയുമ്പോൾ പറഞ്ഞു ഉണ്ടല്ലോ, നീ പലതും കേട്ടിട്ട് ആകെ പകച്ചിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് എന്താവണം? ഒരു നിശ്ചലാവണം. വെച്ചാൽ രണ്ടെണ്ണത്തിൽ അതിലേതാ വേണ്ട? ഞാൻ കഴിഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു. വാൽമീകി മഹർഷി ലക്ഷ്മണനെ വളരെ പുകഴ്ത്തി ശ്രീരാമൻ്റെ കൂടെ പോയപ്പോൾ, നേരെ മറിച്ച് ആ ലക്ഷ്മണൻ അച്ഛനെ നോക്കിയിട്ട് അവിടെ നിന്നെങ്കിൽ അപ്പോൾ അതും വാൽമീകി മഹർഷി ബഹുമാനിച്ചിട്ടുണ്ടും, തെറ്റൊന്നുമില്ല. ഏതാ വേണ്ടതെന്ന് തീരുമാനിക്കണം, മാത്രമേ ഉള്ളൂ. അതിനാണ് നിശ്ചല. ഈ അത് വേണോ ഇത് വേണമെങ്കിൽ ഒരു നിശ്ചലം വരണം. നിശ്ചലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ ഒന്നുണ്ട് സമാധാ വചല. അവിടെ സമാധിയിലാണെങ്കിൽ അജലായും, അവിടെ വ്യവഹാരമില്ല. അങ്ങനെ അതും കൂടി കഴിഞ്ഞാലാണ് അപ്പം നടന്ന് യോഗം അവാപ്സി. അപ്പം നമുക്ക് സമാധി യോഗം ഉണ്ടാവും എന്ന് പറയുമ്പോഴാണ് അർജുന എന്താ ഈ സമാധി സീതാപര്യൻ്റെ ചോദ്യം വരുന്നത്. ഇതിലങ്ങനെ ആകപ്പാടെ എടുത്ത് നോക്കുമ്പോൾ നമ്മളെ മെല്ലെ 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 നമുക്ക് ആവശ്യം ഇപ്പം എന്താണ്? വാസ്തവത്തിൽ സമാധിസനമാണ്. സമാധിച്ച സ്ഥിത അനക്കമില്ലാതെ എന്തിൻ്റെ? ഈ ശരീര മനോബുദ്ധികളുടെ അതാണ് ഇപ്പം അനങ്ങുന്നത്. അത് തീരെ നിശ്ചലമാവുന്ന ഒരു നിലയുണ്ട്. ആ നിശ്ചലമായിട്ട് എന്ത് വേണം? സമാധിസ്ഥനായിട്ട് സ്ഥിതപ്രജ്ഞനായപ്പോൾ. പക്ഷെ സ്ഥിതപ്രജ്ഞന് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. ആ കഴിഞ്ഞാൽ സ്ഥിതധി ആവും. ഇങ്ങോട്ട് കീഴ്പോട്ടുണ്ട്. സ്ഥിതധി കിം പ്രഭാഷേത കിം ആസീത വ്രജേത എന്നാ ചോദിക്കണം ഇവിടെ അല്ലേ? അതായത് സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ അതൊരു ആദർശ മാത്രമാണ്. അവിടെ ഈ വ്യാവഹാരിക പ്രാതിഭാസിക സത്യങ്ങളില്ല. അതൊന്നുണ്ട് അവിടെ. അത് എന്താണെന്ന് ഭഗവാൻ ആദ്യമാണ് പറയുകയും ചെയ്യും. എന്നിട്ട് അത് പ്രകാരം സ്ഥിതധിയായിട്ട് പിന്നെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് പിന്നെ ആണ് 17 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നത്. അപ്പോൾ നമ്മളെന്താ അവിടെ? സ്ഥിതപ്രജ്ഞനായാലേ സ്ഥിതധി ആവാൻ പറ്റുള്ളൂ. ആദ്യം സ്ഥിതപ്രജ്ഞൻ്റെ ആ ഭാവം അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിതധിയായിട്ട് ജീവിതത്തിൽ ജീവിക്കുക. ഇങ്ങനെ ആയാലേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ ഇത് കാണാനും ചോദിക്കുമ്പോൾ അടുത്ത അധ്യായത്തിൽ ഭഗവാൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്ന കഥയാണ്. അതും ഇതുമായി തന്നെ സുന്ദരമാണ്. ശ്രദ്ധിച്ചാൽ നമുക്ക് ചെറിയ തോന്നും. കാരണം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇതൊക്കെ അങ്ങനെ ഭഗവാനിൽ കാണുമ്പോൾ ഒക്കെ പുറത്തും കാണുന്നുണ്ട്. അപ്പോൾ ഏതാത് വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും നമ്മൾ അതിൽ ലയിച്ചിട്ടേ മറന്നു പോകും. അതിനാണല്ലോ ഇവിടെ ആവശ്യം. ഈ ദേഹഭാവന, ഞാൻ ഇന്നലെ ഒരു ലേഖനം എഴുതിയായിരുന്നു ഈ 18-ാം പടി തെറ്റിയിട്ട്. എന്താണെന്നുള്ളത് 2 കാര്യങ്ങൾ, ഭഗവാൻ എന്നുള്ളതും ഞാൻ എന്നുള്ളതും എന്താണെന്ന് ആർക്കും അറിയില്ല. എൻ്റെ ശരീരത്തേ ഉള്ളൂ. നേരെ മറിച്ച് ശരീരവും ഈ സംസാരവും അറിയുകയും ചെയ്യും എല്ലാവർക്കും. കാരണം സംസാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് ശരീരം, ഈശ്വരൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. അത് രണ്ടും ഒന്ന് വേറെ, ഇതൊന്ന് 2 വേറെ. അപ്പോൾ ഈ ഇതിൽ സംസാരം വരും, പിന്നെ ശരീരം വരും. ഇവയ്ക്കൊക്കെ 9 കാര്യങ്ങളുണ്ടായാലേ ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ കാല ദേശ നിമിത്തം. ശരീരം ഉണ്ടാവണമെങ്കിൽ കാലം ഒന്ന് വേണം, ദേശം വേണം, ഒരു നിമിത്തവും വേണം. ഇതില്ലാണ്ട് ആവില്ല. അപ്പോൾ കാലം എന്ന് പറഞ്ഞാൽ കാലത്തിന് 3 ഉണ്ട്. ഏതൊക്കെയാണ് കാലം? ഭൂതം, ഭാവി, വർത്തമാനം.
വാസ്തവത്തിൽ ഞാൻ ഇവിടെ എഴുതിയത് വായിക്കേണ്ടതാണ്. ഭൂതം അല്ല അങ്ങനെയല്ല. ഭൂതം എന്ന് പറയുന്നത് ഒരു ഓർമ്മയാണ്, കഴിഞ്ഞു പോയത്, അത് കാലമല്ല. ഭാവി എന്നുള്ളത് ഒരു പ്രതീക്ഷയാണ്, അതും കാലമല്ല. പിന്നെ വർത്തമാനമേ ഉള്ളൂ. ആ വർത്തമാനത്തിൽ വർത്ത എന്ന് പറയുമ്പോൾ മാനം എന്നുള്ളത് പ്രതീക്ഷയാണ്, മാനം എന്ന് പറയുമ്പോൾ വർത്ത എന്നുള്ളത് ഓർമ്മയാണ്, അല്ലേ? അപ്പോൾ ഇല്ല, മൂന്നുമില്ല. അങ്ങനെ ഒരു ത്രിപുടി. എന്തിന്? ആദി അല്ല, അങ്ങനെ തന്നെയല്ലോ. അങ്ങനെ ഭൂതം, വർത്തമാനം, ഭാവി ഒന്ന്. ഇനി ദേശം, അത് അതിലേറെ തമാശയാണ്. കാരണം അതിന് ആദി മധ്യം അന്തം എന്നാ അതിന് പറയാം. ഇതിലെങ്ങനെ ഈ ആദി മധ്യം ഉണ്ടാവുക? ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ ഗുരുവായൂരിൽ നമുക്ക് തൃശ്ശൂർ കിഴക്കാം, തൃശ്ശൂരിലുള്ള ആൾക്ക് പാലക്കാട്ടാ കിഴക്ക്, ഗുരുവായൂർ പടിഞ്ഞാറാ. അപ്പോൾ എവിടെയാണ് ഗുരുവായൂർ ചോദിച്ചാൽ ഇല്ല, അത് ഒരു ത്രിപുടി പോലെയാണ്, പറയാൻ പറ്റില്ല. അപ്പം അതാ നമ്മൾ പാശ്ചാത്യരെ പറയൂ. അവർ നമുക്ക് വേണമെങ്കിൽ അവർക്ക് നമ്മളെ പാശ്ചാത്യരെ പറയാം, ഇങ്ങോട്ട് തിരിച്ചാൽ ഇല്ലേ. അപ്പോൾ പിന്നെ മാത്രമല്ല ഏതാ കിഴക്കാ ചോദിച്ചാൽ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം, സൂര്യ ഉദിക്കുന്ന സ്ഥലം എവിടെയുള്ളത്? ഒക്കെ കിഴക്കാണ്. അങ്ങനെ അപ്പോൾ അതിലൊരു 3, കാലത്തിന് 3, ദേശത്തിന് 3. ഇനി നിമിത്തം നമുക്കുള്ളത് 3 ഉണ്ട്. അതൊക്കെയാണ് ഒരു ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇങ്ങനെ 3 ഉണ്ട്. ഇങ്ങനെ ഈ 9 കൂടിയാലേ ഈ ശരീരഭാവന ഉള്ളൂ. സംശയമില്ലല്ലോ. കാലം, ദേശം, നിമിത്തം, അപ്പോഴേ ശരീരഭാവന ഉള്ളൂ. ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ ഘടകമാണ്. പ്രപഞ്ചത്തിനും ഈ പറഞ്ഞാൽ കാലും ദേശവും അതിനും ഇതിനും ഒന്നാ, വ്യത്യാസമില്ല. മറ്റേന് മാത്രം അല്പം വ്യത്യാസമുണ്ട്. അവിടെ ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നല്ല അവിടെ പേര് പറയാം. അവിടെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നേ വരുള്ളൂ. വേറെ യാതൊരു വ്യത്യാസം കാര്യം തന്നെ. അപ്പോൾ അങ്ങനെ അതും 9, ഇതും 9 അങ്ങനെ വരുമല്ലോ. ആദ്യം നമ്മൾ ചിന്തിച്ചിട്ട് ഈ 9 തത്വങ്ങളെ വിടണം. അതാണ്. അപ്പോൾ ശരീരഭാവന പോവും. ശരീരഭാവന അതേ ആദ്യം കളയാൻ പറ്റുള്ളൂ. ഈ പ്രപഞ്ചഭാവന പോകാൻ കുറച്ചുകൂടി വിഷമമുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാവനയും ഇല്ലാണ്ടാവും. അപ്പോൾ 9, 9, 18 ഇതാണ് പടികൾ. ഈ 18 പടി എന്ന് കടന്നാൽ അവിടെ അല്ലാണ്ട് കരിങ്കല്ലിൻ്റെ പടിയല്ലത്. ആ 18 പടി കടന്നാൽ ആരെയെ കാണാം? സ്വാമിയെ കാണാൻ വെച്ചാൽ സ്വാമി ആരാ? എല്ലാറ്റിനും മേലുള്ള സത്വമായിട്ടുള്ളത്, അത് കാണാം. അപ്പോൾ ഇപ്പോൾ ശബരിമലയ്ക്ക് കാറിൽ പോയിട്ട് മടങ്ങി വരുന്ന പോലെ പോയി 18 പോയ പ്രയോജനമൊന്നും അത് കാര്യമില്ല. ചിന്തനം കൊണ്ട് സാധിക്കുന്നു. വേറൊരു രസമുള്ളത് പലർക്കും അറിയില്ല. ഇപ്പോൾ വളരെ പ്രധാനമാണ് എല്ലാ ദിക്കിലും. ഈ ഉദയാസ്തമന പൂജ എന്നുണ്ട്. അതൊന്നും ഇവർക്കും പരിചയമില്ല. നമ്മളാ പൂജിക്കേണ്ടത്. ഏതായാലും അതിന് 18 പൂജയാണ്. ആദ്യത്തെ 9 പൂജ ശരീരഭാവന പോകാൻ, പിന്നത്തെ 9 പൂജ ഈ പ്രപഞ്ചഭാവന. ഇങ്ങനെ ശരീര പ്രപഞ്ചഭാവനകൾ പോയി താൻ പൂർണ്ണനാണ് എന്ന് വരാൻ, അതാണ് ഈ 18ൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഗീതയ്ക്ക് 18 അധ്യായം, 18 അക്ഷൗണി, 18 ദിവസം, എല്ലാമൊക്കെ 18. ഈ 18ൻ്റെ പ്രത്യേക, മഹാഭാരതത്തിൽ 18 പർവ്വം, എല്ലാത്തിൻ്റെയും കാര്യം 18 എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനം. ഇതൊന്നും മനസ്സിലാക്കാണ്ട് നമ്മളിപ്പോൾ അതൊക്കെ ഒരു ചടങ്ങായിട്ട് ഡോഗ്മ അല്ലേ കാട്ടിക്കൂട്ടില്ല. ഒരു കാര്യവുമില്ല, ഉപകാരമില്ല. കുറേ മനസ്സിനും ശരീരത്തിനൊക്കെ ക്ഷീണം ഉണ്ടാവാമെന്നല്ലാണ്ട് അതിന് ചിന്തനയാണ് പ്രധാനം. അതിനുള്ള ചിന്തിയോസി എന്ന് പറഞ്ഞത് ഇതെന്തിനാണ് ഈ 18 പടി, എന്തിനാണ് ഈ 18 പൂജ? അങ്ങനെ ചിന്തിക്കുമ്പോൾ അവസാനം എന്ത് വരും? ഈ വിഭൂതി തന്നെ ചിന്തിക്കാനാണ്. ചിന്തിക്കുമ്പോൾ ഇതൊന്നും ശരിയല്ല എന്ന് തോന്നുകയും ചെയ്യും. കാരണം വെയിലോ ഉറപ്പ് വരും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇല്ല തോന്നും, ചിന്തിച്ച് നോക്കുമ്പോൾ ഇല്ല, സാധ്യമല്ല എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ഇനി ഒന്ന് കാണാനേ പോകണം. കാണുമ്പോൾ പൂർണ്ണമായിട്ട് ഉറപ്പ് വരും. കാരണം ഇപ്പോൾ അങ്ങനെ വയ്യ, അതിൻ്റെ ഉള്ളിലൊക്കെ കൂടി കാണുമ്പോൾ പുറത്തും കാണും അകത്തും കാണാം. ഒരു നമ്മുടെ ഇതില്ലേ കണ്ണാടി പോലെയാണ് ബിംബവും പ്രതിബിംബവും. പ്രതിബിംബം എന്നുള്ളത് വെറുതെയാണല്ലോ, ബിംബല്ലേ ഉള്ളൂ. അത് സാധിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അതിസുന്ദരമായിട്ട് ഭഗവാൻ മെല്ലെ മെല്ലെ കൊണ്ടുപോകണു. അടുത്തത് എന്താ പറയാ, വിശ്വരൂപം നാളെ. ഹരിയും.